السلام عليكم ورحمة الله وبركاته. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. بسم الله خير الأسماء في الأرض والسماء وهو السميع العليم. اللهم صل على سيدنا وحبيبنا محمد صلى الله عليه وسلم طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. صدق الله العلي العظيم. يا أكرم الكرماء على أعتابكم عمر الفقير المرتجي لجنابكم يرجو العطاء على البكاء ببابكم والدمع من عينيه سال سجيما. صلوا عليه وسلموا تسليما. ما جف دمع سال من عينيني لكنه يجري على الخدين من حب قلبي سيد الكونين حيا وميتا في التراب رميما. صلوا عليه وسلموا تسليما. يا محمد نور مجسم يا محمد نور مجسم يا حبيبي يا مولاي تصوير كمال محبت تنوير جمال خداي. يا محمد نور مجسم तेरे वस्फ बयां हो किससे तेरे वस्फ बयां हो किससे तेरे कौन करेगा बढ़ाई. सल्लल्लाह तेरे कौन करेगा बढ़ाई. इस गर्द सफर में गुम हो इस गर्द सफर में गुम हो जिब्रील अमीन रसाई. या मोहम्मद नूर मुजस्सम या मोहम्मद नूर मुजस्सम या हबीबी या मौलाई तस्वीर कमाल मोहब्बत तनवीर जमाल खुदाई. या मुज़म्मिल नूर मुजस्सम
മരണസമയത്തിലും ഉമ്മത്തിയെ മറക്കാത്തവർ സയ്യിദുനാ നബിയേ. മരണസമയത്തിലും ഉമ്മത്തിയെ മറക്കാത്തവർ സയ്യിദുനാ നബിയേ. മറ്റെല്ലാ അംബിയ നഫ്സി നഫ്സിയേ മഹ്ശറ സബയിൽ റുസുലോറഞ്ചിയെ മഹൽ കാരുണ്യമേകുമേ മുത്ത് നബി മഹ്മൂദുമ്മത്തി ഉമ്മത്തെന്ന ഗതി. മരണ സമയത്തിലും ഉമ്മത്തിയെ മറക്കാത്തവർ സയ്യിദുനാ നബിയേ. ധൂളിയാൽ പതക്കുന്ന മഹ്ശറിലെ ധൂളിയാൽ പതക്കുന്ന മഹ്ശറിലെ ദുരിതം ഹൈറാൻ മനുഷ്യ കടലെ കണ്ട് കൊണ്ടർശിൽ സുജൂദാകും നബി. കൽപ്പന റബ്ബന ശഫാഅത്ത് നബി. മരണ സമയത്തിലും ഉമ്മത്തിയെ മറക്കാത്തവർ സയ്യിദുനാ നബിയേ. സ്വലവാത്തു ചൊൽ സയ്യിദുൽ കൗനൈനിലെ സകലം വിജയം വരുമാ പൊതിലെ സർവ ഉത്തമരാം നബിയിൽ സ്വല്ലല്ലാഹ്. സകലാല സഹാബിലും ഏകിടല്ലാഹ്. മരണ സമയത്തിലും ഉമ്മത്തിയെ മറക്കാത്തവർ സയ്യിദുനാ നബിയേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. ഖുദ് ബിഐദീനാ ഖല്ലത് ഹീലതുനാ അദ്രിക്നാ യാ റസൂലല്ലാഹ്. അൽഹംദുലില്ലാഹ്. പ്രൗഢമായൊരു സദസ്സിലാണ് അള്ളാഹുവിന്റെ തൗഫീഖിനാൽ നമുക്കൊക്കെ സന്നിഹിതരാകാൻ സാധിച്ചിട്ടുള്ളത്. ആദരണീയരായ പണ്ഡിത ശ്രേഷ്ഠർ, ബഹുമാന്യരായ മഹല്ല് മദ്രസ കമ്മിറ്റി ഭാരവാഹികൾ, വിശിഷ്ടരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, സഹോദരി സഹോദരങ്ങളെ, വിദ്യാർത്ഥിനികളെ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിന ആഘോഷത്തിന്റെ ഭാഗമായി പരിശുദ്ധമായ മീലാദ് പ്രോഗ്രാമിൽ അൽഹംദുലില്ലാഹ് നമുക്കൊക്കെ സന്നിഹിതരാകാൻ സാധിച്ചിട്ടുണ്ട്. ഈ ആഘോഷം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആഘോഷം എന്ന വാക്ക് പറയുമ്പോൾ അത് തെറ്റിദ്ധരിക്കേണ്ട വാക്കല്ല. അത് ഒരു സത്യവിശ്വാസിയുടെ ആഘോഷം കടന്നു വരുന്നത് ഇബാദത്തിലൂടെയാണ്. പെരുന്നാൾ ആഘോഷം എന്ന് പറഞ്ഞാൽ ആ ആഘോഷത്തിന്റെ കണ്ടന്റ്, അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പെരുന്നാൾ നിസ്കാരമാണ്, ഒന്ന് തക്ബീറുകൾ ചൊല്ലലാണ്, ഭക്ഷണം കഴിക്കലാണ്, അതുപോലെ കുടുംബ സന്ദർശനം നടത്തലാണ്, ദാനധർമ്മങ്ങൾ ചെയ്യലാണ്. സത്യവിശ്വാസിയുടെ ആഘോഷം ഇബാദത്തിലൂടെയാണ് എന്ന അടിസ്ഥാനത്തിലാണ് അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന ലോകത്തിന് അനുഗ്രഹമായി അള്ളാഹു നമ്മിലേക്ക് പറഞ്ഞയച്ച തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നുവരാൻ അള്ളാഹു തെരഞ്ഞെടുത്ത മാസത്തെ, അള്ളാഹു തെരഞ്ഞെടുത്ത ദിവസത്തെ, അള്ളാഹു തെരഞ്ഞെടുത്ത സമയങ്ങളെ
എക്കാലവും ഓർക്കപ്പെടുന്നതും അത് ആഘോഷിക്കപ്പെടുന്നതും. അഥവാ ആരംഭ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആഘോഷിക്കപ്പെടുന്നത് അവിടുത്തെ പ്രകീർത്തിച്ചിട്ടാണ്, അവിടുത്തെയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടാണ്, അവിടുന്ന് പ്രചരിപ്പിച്ച സന്ദേശങ്ങളെ ഉൾക്കൊണ്ട് ജീവിച്ചിട്ടാണ്, അവിടുത്തെ തിരുചര്യയെ അനുധാവനം ചെയ്തിട്ടാണ് നമ്മളിലും നമ്മളുടെ മക്കളിലും സമൂഹത്തിലും ആരംഭ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിനെ പ്രചരിപ്പിച്ചിട്ടാണ്. ഇതാണ് ഈ ആഘോഷത്തിന്റെ കണ്ടന്റ്. ഭക്ഷണം കൊടുക്കൽ, ദാനധർമ്മങ്ങൾ ചെയ്യൽ, അവിടുത്തെ മദ്ഹ് പറയൽ, അവതാരങ്ങൾ വാഴ്ത്തൽ, സ്മരണ ഉണ്ടാവൽ, ഈ ആഘോഷമാണ് മീലാദ് പരിപാടി എന്നതിലൂടെ സത്യവിശ്വാസികൾ അർത്ഥമാക്കുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അത് മനസ്സിലായാൽ വളരെ എളുപ്പമാണ് നമുക്കത്. വഅജ്മലു മിൻക ലം തറ ഖത്തു ഐനി വഅഹ്സനു മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബി കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. ഈ പാട്ടുപാടിയത് ഹബീബിന്റെ ശാഇറാണ്, ഹബീബിന്റെ പാട്ടുകാരനാണ്, ഹബീബിന്റെ മാദിഹാണ്. മഹാനായ സ്വഹാബി വര്യൻ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ്. മഹാനവർകളാണ് ഞാൻ ഈ ചൊല്ലിയ പാട്ട് ഹബീബിന്റെ മുന്നിൽ വെച്ചു പാടിയത്. വഹസനു മിൻക ലം തറ ഖത്തു ഐനി വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബി കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. ഖുറൈശികൾ, കുഫാറുകൾ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ വിലക്കെടുക്കാൻ തീരുമാനിച്ചു. പാട്ടുപാടാൻ, ക്ഷണനേരം കൊണ്ട് കവിത എഴുതാൻ അങ്ങേറ്റം പ്രാഗൽഭ്യം തെളിയിച്ച വലിയ കവിയായിരുന്നു ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മുന്നേ ഖുറൈശികൾ അദ്ദേഹത്തെ വിലക്കെടുത്തിട്ട് ആരംഭ റസൂലിനോട് ആക്ഷേപഹാസ്യത്തിൽ കവിത പാടാൻ, ഹബീബിനെ കുറ്റപ്പെടുത്തി അധിക്ഷേപിച്ച് കവിത പാടാൻ വേണ്ടി പണം കൊടുത്ത് വിലക്കെടുക്കുകയാണ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മുസ്ലിമായിരുന്നില്ല അന്നേരം. ആരംഭ റസൂൽ കടന്നു വരുന്ന വഴിക്കരികിൽ ഒരു ചെറിയ കുന്നിന്റെ മുകളിൽ അള്ളാഹുവിന്റെ റസൂലിനെ ദൂരെ നിന്ന് വിഹക വീക്ഷണം നടത്തിയിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ കുറ്റപ്പെടുത്തണമെന്ന, അധിക്ഷേപം ചെയ്യണമെന്ന തീരുമാനിച്ചിട്ടാണ് ഹസ്സാൻ കാത്തിരുന്നിരുന്നത്. പക്ഷേ 14-ാം രാവിന്റെ പരിപൂർണ ചന്ദ്രനെ തോൽപ്പിക്കുന്ന ഹബീബിന്റെ മുഖകമലം കണ്ട സമയത്ത് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിൽ മാറ്റം വരികയാണ്. ഈ മനുഷ്യനെ കുറിച്ചാണോ ഞാൻ അധിക്ഷേപിക്കേണ്ടത്? ഇയാളെയാണോ ഞാൻ കുറ്റപ്പെടുത്തേണ്ടത്? ഇയാളെ കുറിച്ചാണോ ഞാൻ ആക്ഷേപഹാസ്യം പാടേണ്ടത്? എന്നെ കൊണ്ട് കഴിയില്ല എന്ന് മനസ്സിൽ തീരുമാനമെടുത്തിട്ടാണ് ആരംഭ റസൂലിന്റെ സവിധത്തിലേക്ക് കടന്നു വരാൻ തീരുമാനിച്ചു ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഇസ്ലാം ആശ്ലേഷണം നടത്തുകയാണ്. ആരംഭ റസൂൽ മദീനത്തെ മസ്ജിദുൻ നബവിയുടെ ഉള്ളിൽ ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിനെ ഒരു മിമ്പർ, ഒരു പീഠം കെട്ടിക്കൊടുക്കുകയാണ്. എന്തിനെ? ശത്രുക്കൾ അള്ളാന്റെ റസൂലിനെ അധിക്ഷേപിക്കുമ്പോ ആ അധിക്ഷേപത്തിന് മറുപടി കൊടുക്കാൻ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിന്റെ റസൂലിന്റെ സമ്മതത്തോടെ മസ്ജിദുൻ നബവിയിൽ പീഠം കെട്ടിക്കൊടുക്കുകയാണ്. ആ പീഠത്തിൽ ഹസ്സാൻ എന്നവർ പാടുമ്പോ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ഉഹ്ജുഹും ഉഹ്ജുഹും വജിബ്രീലു മഅക്. പറഞ്ഞോളൂ, തിരിച്ചടിച്ചോളൂ, ഖുറൈശികൾക്ക് മറുപടി കൊടുത്തോളൂ. വജിബ്രീലു മഅക്,
നിനക്ക് പിന്തുണയുമായി റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം കൂടെയുണ്ടാകും. ഹബീബിന്റെ പ്രാർത്ഥന വരുന്നുണ്ട്, അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദുസ്. അല്ലാഹുവേ, എപ്പോഴാണ് സമയം? തന്നെ കുറിച്ച് ഹസ്സാൻ ഇബ്നു സാബിത്ത് മദീനത്തെ പള്ളിയിൽ ഇരുന്ന് പാട്ടുപാടുമ്പോ ആരംഭ റസൂൽ തൊട്ടപ്പുറത്തിരുന്നു കൊണ്ട് ഹസ്സാനിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദുസ്. അല്ലാഹുവേ, റൂഹുൽ ഖുദുസായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ട് ശക്തി നൽകണമേ, ഹസ്സാനിന് ശക്തി നൽകണമേ, ഊർജം നൽകണമേ. അതിൽപ്പെട്ടൊരു പാട്ടാണ് ഹബീബിന്റെ മുന്നിൽ വെച്ചു പാടിയത്. വഹസനു മിൻക ലം തറഖത്തു ഐനി വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ. നബിയേ, അങ്ങേക്കാളും സൗന്ദര്യമുള്ള ഒരാളെ, അങ്ങേക്കാളും ചന്തമുള്ള ചാരുതയുള്ള ഒരാളെയും ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ല. ലം തറഖത്തു ഐനി, ഒരു കണ്ണും അങ്ങയെപ്പോലെ ചന്തമുള്ള ചാരുതയുള്ള ഒരാളെയും ഇതുവരെ കണ്ടിട്ടില്ല, ഇനി അത് കാണുകയുമില്ല. അല്ലേ? വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ. അങ്ങെക്കാളും ശാരീരിക ലാവണ്യമുള്ള, അങ്ങെക്കാളും സൗന്ദര്യമുള്ള, ഭംഗിയുള്ള ഒരു കുഞ്ഞിനെയും ഒരു ഉമ്മയും പ്രസവിച്ചിട്ടില്ല. ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബി. എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനായിട്ടാണ് അങ്ങ് പടക്കപ്പെട്ടിട്ടുള്ളത്. കഅന്നക ഖദ് ഖുലിഖത കമാ തശാ. അങ്ങ് ഇച്ഛിക്കുന്നതുപോലെ, അങ്ങ് ആഗ്രഹിച്ചതുപോലെ തന്നെയാണ് അങ്ങയുടെ സൃഷ്ടിത്വവും, അങ്ങയെ പടച്ചിട്ടുള്ളതും അങ്ങ് താല്പര്യപ്പെടുന്നതുപോലെ തന്നെയാണ്. ഇത് ഹബീബിന്റെ മുന്നിൽ വെച്ചാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടി വെക്കുന്നത്. ഓ മുഅ്മിനീങ്ങളെ, നമ്മൾ ഹബീബിനെ പ്രകീർത്തിക്കുമ്പോ അല്ലാഹുവിന്റെ സഹായം കിട്ടുമെന്ന് ഈ ഹദീസ് ബോധ്യപ്പെടുത്തുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ലോകം മുഴുക്കയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങൾ കൊണ്ട് മുഖരിതമാകുകയാണ്. വിശ്വാസികൾ എവിടെയൊക്കെയുണ്ടോ അവിടെ ആരംഭ റസൂലിനെ പറയപ്പെടുകയാണ്. അത് അല്ലാഹു ഏറ്റെടുത്ത കാര്യമല്ലേ? അല്ലാഹു വിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി പറഞ്ഞത് അലം നശ്റഹ് ലക സദ്റക് തുടങ്ങുന്ന സൂറത്തിലുണ്ടല്ലോ. വറഫഅനാ ലക ദിക്റക്. എന്താണ് അതിന്റെ അർത്ഥം? വറഫഅനാ ലക ദിക്റക്, വറഫഅനാ ലക ദിക്റക്. നബിയേ, അങ്ങയുടെ സ്മരണയെ, അങ്ങയെക്കുറിച്ചുള്ള പറച്ചിലിനെ, അങ്ങയുടെ നാമത്തെ, അങ്ങയുടെ ഓർമ്മയെ, അങ്ങയുടെ അപദാനത്തെ, അങ്ങയുടെ പ്രകീർത്തനത്തെ നമ്മൾ അതിന് ഔന്നിത്യം നൽകിയിട്ടുണ്ട്. ഓ മുഅ്മിനീങ്ങളെ, നമ്മളുടെ പ്രകീർത്തനം കൊണ്ട് മെച്ചം കിട്ടുന്നത് നമുക്ക് തന്നെയാണ്. കാരണം നമ്മളുടെ പ്രകീർത്തനങ്ങളെക്കാളും അല്ലാഹു തന്നെ ഹബീബിന്റെ ഔന്നിത്യത്തെ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രകീർത്തനം നടത്തുന്നതിന്റെ കാര്യം നമുക്ക് മെച്ചം കിട്ടലാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ പള്ളിയിൽ വാങ്ക് കൊടുക്കുന്ന സമയം ശ്രദ്ധിച്ചിട്ടില്ലേ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടുടനെ പറയുന്നത് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇഖാമത്ത് കൊടുക്കുമ്പോഴും പിന്നെയും അതുതന്നെയാണ്. നിസ്കാരത്തിന്റെ തശഹുദ് അത്തഹിയാത്തിൽ വീണ്ടും ഹബീബിനെ പറയുകയാണ്. ഇവിടത്തെ പള്ളിയിൽ മാത്രമല്ല, 100-200 കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടത്തെ സമയത്തേക്കാൾ 1 മിനിറ്റോ 2 മിനിറ്റോ അല്ലെങ്കിൽ അര മിനിറ്റോ ഉദയാസ്തമയ വ്യത്യാസങ്ങൾക്കനുസരിച്ച് വാങ്കിന്റെ സമയം മാറുന്നതിനനുസരിച്ച്
അവിടെയും കൊടുക്കപ്പെടുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പിന്നെ ഇഖാമത്താണ്, പിന്നെ നിസ്കാരമാണ്. അവിടെ നിന്നും 200 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വീണ്ടും സമയമാറ്റങ്ങൾക്കനുസരിച്ച് ഹബീബിനെ പറയപ്പെടുകയാണ്. അതിന്റെ അർത്ഥം ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ ആരംഭ റസൂലിനെ പറയാത്തൊരു സമയമില്ല എന്നല്ലേ? പറയാത്തൊരു സമയമില്ല. എവിടെയൊക്കെ അല്ലാഹുവിനെ പറയപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ പറയപ്പെടുന്നത് അഷ്റഫുൽ ഖൽഖായ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അനവരതം, ഇടർച്ചയില്ലാതെ നിരന്തരം അതിനൊരു സ്റ്റോപ്പില്ല, അതിനൊരു നിർത്തലില്ല. ലോകം ഭൂമി കറങ്ങുന്നതിനനുസരിച്ച്, സൂര്യൻ കറങ്ങുന്നതിനനുസരിച്ച് ചലനത്തിലും നിശ്ചലനത്തിലും എല്ലായ്പ്പോഴും പറയപ്പെടുന്നത് ത്വഹാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ ഏറ്റവും കൂടുതൽ കാതുകൾ കേട്ടിരിക്കുന്നത്, ലോകത്തേറ്റവും കൂടുതൽ നാമകരണം ചെയ്യപ്പെടുന്നത് ആ ഹബീബിന്റെ പേരല്ലയോ? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അത് ഖുർആൻ ഏറ്റെടുത്തതാണ്. വറഫഅനാ ലക ദിക്റക്. അവിടത്തെ പറയണ്ട, അവിടത്തെ കുറിച്ച് സംസാരിക്കണ്ട, അവിടത്തെ പ്രകീർത്തിക്കണ്ട, അവിടത്തെയുടെ മേൽ സ്വലാത്ത് ചൊല്ലാനായി ഒരുമിച്ച് കൂടണ്ട, അവിടത്തെയുടെ മേൽ മൗലിദോദാനായി ഒരുമിച്ച് കൂടണ്ട, അങ്ങനെ റാലി നടത്തേണ്ടതില്ല. എന്നാര് പ്രഘോഷണം നടത്തിയാലും അല്ലാഹു വിശുദ്ധ ഖുർആനിൽ അത് പറഞ്ഞു വെച്ചില്ലേ? വറഫഅനാ ലക ദിക്റക്. ആര് അമർത്താൻ തീരുമാനിച്ചാലും, ആര് വേണ്ട എന്ന് തീരുമാനിച്ചാലും, ലോകത്ത് നൈരന്തര്യമാണ് ഹബീബിന്റെ അപദാനങ്ങൾ വാഴ്ത്തപ്പെടുക എന്നത്. അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. വിശ്വാസി ഹൃദയങ്ങളിൽ രാജകുമാരനായി വാഴുകയാണ് ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം ത്വഹാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ അർത്ഥം അല്ലാഹുവിന്റെ റസൂലിനെ പടച്ചോനാക്കുക എന്നല്ല. അതിനാർക്കൊട്ടും കഴിയുകയുമില്ല. ഉടമസ്ഥനായ തമ്പുരാൻ ഒന്നേയുള്ളൂ, സൃഷ്ടാവ് ഒന്നേയുള്ളൂ. സൃഷ്ടികളാണ് ബാക്കിയുള്ളതൊക്കെ. ആ സൃഷ്ടികളിൽ അത്യുത്തമരാണ് അഷ്റഫുൽ ഖൽഖ് നബി കരീം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മനസ്സിലായാൽ നമ്മളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം കടന്നു വരും. ആ വെളിച്ചം കടന്നു വരണം. ഞാൻ തുടക്കത്തിൽ ഓതിയ ആയത്ത് അതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നബി ഇന്നാ അർസൽനാക ഷാഹിദാ ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. ഓ തിരുദൂതരെ, ഇന്നാ അർസൽനാക ഷാഹിദാ, നമ്മൾ അങ്ങേ നിയോഗിച്ചയച്ചിട്ടുള്ളത്, അങ്ങ് സത്യസാക്ഷിയാണ്. അങ്ങ് ജനങ്ങൾക്ക് അല്ലാഹുവിനെ സത്യസന്ധമായി പറഞ്ഞു കൊടുക്കേണ്ട ആളാണ്. അല്ലാഹുവിനെ കണ്ടവരാണല്ലോ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഉമർ ഖാളി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഖസീദയിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ, ഹത്താ ലി ബഹരിൻ നൂരി ജിബ്രീലും വഖഫ് ഫീ ശദ്ദിഹി റുഅബാ വവദ്ദഅ വഹതഫ് ദഅനി തഖദ്ദം യാ ഹബീബി لا تخف أبشر تناجي ربك القيوم صلوا عليه وسلموا تسليما. അല്ലാഹുവിൽ നിന്ന് വഹി ഹബീബിലേക്ക് എത്തിച്ചു കൊടുത്തിരുന്ന സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ അല്ലാഹുവിന്റെ തിരുദൂതർ യാത്ര നടത്തിയിട്ട്, 7 ആകാശം കഴിഞ്ഞിട്ട്, ബൈത്തുൽ മഅമൂർ കഴിഞ്ഞിട്ട്, സിദ്റത്തുൽ മുൻതഹ കഴിഞ്ഞിട്ട്, ബഹറുൻ നൂർ എത്തിയിട്ട്
അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത്, നബിയേ, എനിക്ക് എന്റെ പരിധി ഇതുവരെയാണ്, ഇതിനപ്പുറം എനിക്ക് സഞ്ചരിക്കാൻ കഴിയുന്നതല്ല നബിയേ. അതുകൊണ്ട് അങ്ങ് മുന്നോട്ട് പോയാലും ദഅനി, എന്നെ വിട്ടേക്കൂ നബിയേ. തഖദ്ദം, അങ്ങ് മുന്നോട്ട് പോകൂ നബിയേ. അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമ, ഉടമസ്ഥനായ എന്നെന്നും നിലനിൽക്കുന്ന രക്ഷിതാവായ അല്ലാഹു തമ്പുരാനോട് അഭിമുഖ സംഭാഷണം നടത്താൻ അങ്ങേക്ക് കഴിയും നബിയേ. അങ്ങ് സന്തോഷിക്കൂ നബിയേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് എത്തുകയാണ്, ഹദീറത്തുൽ ഖുദ്സിലേക്ക് ചെന്നെത്തുകയാണ്. ആ ഹബീബാണ് നമുക്ക് അല്ലാഹുവിനെ പഠിപ്പിച്ചു തരുന്നത്. യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദാ, നബിയേ, അതുകൊണ്ട് തന്നെ അങ്ങ് സത്യസാക്ഷിയാണ്. മാസാഗൽ ബസർ, അല്ലാഹുവിനെ കണ്ട നേരം ആ കണ്ണുകൾക്ക് വ്യതിചലനം സംഭവിച്ചിട്ടില്ല, മാർഗഭ്രംശം സംഭവിച്ചിട്ടില്ല. അല്ലാഹുവിനെ നേരിട്ട് കാണാനും അഭിമുഖ സംഭാഷണം നടത്താനും ത്വഹാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഴിഞ്ഞു എന്നതിനാലാണ് അവിടുന്ന് ഷാഹിദാകുന്നത്. അതിനപ്പുറം അവിടുന്ന് ഷാഹിദാകുകയാണ് നാളെ മഹ്ശറിൽ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധരായ അംബിയാ മുർസലീങ്ങൾക്കൊക്കെയും അവർ അവരുടെ വിശുദ്ധമായ പരിശുദ്ധമായ സന്ദേശത്തെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തു എന്ന് സാക്ഷി നിൽക്കുന്നത്, ഈ ഉമ്മത്ത് സാക്ഷി നിൽക്കുമ്പോ ഈ ഉമ്മത്തിലേക്ക് എത്തിച്ചു കൊടുത്തു എന്ന് സാക്ഷി നിൽക്കുന്നത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഓ നബിയേ, അങ്ങ് സാക്ഷിയാണ്, അങ്ങ് സത്യസാക്ഷിയാണ്. അതുകൊണ്ടാണ് ഹബീബിന്റെ ഒരു പ്രസിദ്ധമായ പ്രസ്താവനയുണ്ട്, തൂബാ ലിമൻ റആനി, തൂബാ ലിമൻ റആനി, എന്നെ കണ്ടവർക്ക് സന്തോഷ വാർത്ത, എന്നെ കണ്ടവർക്ക് സന്തോഷ വാർത്ത. ആരാണത്? ഹബീബിനെ കണ്ടവരാരാ? അവിടുത്തെ സ്വഹാബത്ത്, അവിടുത്തെ സ്വഹാബത്ത്. പക്ഷെ അവിടെ മുത്തുനബി നിർത്തിയില്ല. വതൂബാ ലിമൻ റഔഹു, ആ സ്വഹാബത്തിനെ കണ്ടവർക്ക് സന്തോഷ വാർത്ത. അവിടെയും അല്ലാഹുവിന്റെ റസൂല് നിർത്തുന്നില്ല. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? അല്ലാഹുവിനെ കണ്ട റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ കണ്ട സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹും, അവരെ കണ്ട താബിഈങ്ങൾ റളിയല്ലാഹു തആല അൻഹും, ആ താബിഈങ്ങളെ കണ്ടവർ റളിയല്ലാഹു തആല അൻഹും തബഉ താബിഈങ്ങളാണത്. അവരെ കണ്ടവർ, അവരെ കണ്ടവർ, അവരെ കണ്ടവർ, അവരെ കണ്ടവർ, അവരെ കണ്ടവർ, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കടന്നുപോയാൽ 14 നൂറ്റാണ്ടുകൾക്കിപ്പുറം നമുക്ക് അറിവിന്റെ അക്ഷരങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഗുരുമുഖങ്ങളിൽ നമ്മൾ ഇരിക്കുമ്പോ അതൊരു ഗുരുവെന്നൊരു മനുഷ്യൻ ഈ നൂറ്റാണ്ടിൽ പിറന്ന, ഇന്നലെ കടന്നു വന്ന കഴിഞ്ഞ നൂറ്റാണ്ടിൽ പിറന്ന ഒരു ഗുരുവല്ല അത്. ആ ഗുരു തന്റെ ഗുരുവിനെ കണ്ടിട്ടുണ്ട്, ആ ഗുരു അതിന്റെ മുന്നിലുള്ള ഗുരുവിനെ കണ്ടിട്ടുണ്ട്. ആ ഗുരുവിന്റെ കാഴ്ചകൾ കടന്നു പോകുന്നത് ആരംഭ റസൂലിലേക്കാണ്, മഹാഗുരുവിലേക്കാണ്. ആ കാഴ്ചയാണ് പ്രധാനമാകുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് ഗുരുമുഖത്തിരുന്നുള്ള പഠനത്തിന് പ്രസക്തിയേറുന്നത്. നമ്മൾ ഗുരുമുഖത്തിരുന്നു പഠിക്കേണ്ടവരാണ്. അറിവിന്റെ വെളിച്ചം അവരിൽ നിന്ന് കൈമാറി കിട്ടേണ്ടതാണ്. നമുക്കിന്ന് സോഷ്യൽ മീഡിയ ആപ്പുകളിലൂടെ വിജ്ഞാനങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ വിജ്ഞാനങ്ങൾ വരുന്നുണ്ട്. നമുക്ക് AI ടെക്നോളജി വെച്ച്
ChatGPT-യിൽ സെർച്ച് ചെയ്താൽ അറിവിന്റെ മേഖലകൾ തുറന്നു കിട്ടുന്നുണ്ട്. നമുക്കൊന്ന് ജെമിനിയിൽ അടിച്ചു നോക്കിയാൽ, നമുക്കൊന്ന് ഗ്രോക്കിൽ അടിച്ചു നോക്കിയാൽ, എവിടെ AI സാങ്കേതിക വിദ്യയുള്ള ഏത് ആപ്പിൽ അടിച്ചു നോക്കിയാലും നമുക്ക് വിജ്ഞാനങ്ങളുടെ ശേഖരങ്ങൾ, ഭണ്ഡാരങ്ങൾ ലഭിക്കാനുണ്ട്. പക്ഷേ അത് വെളിച്ചമാകാൻ സത്യവിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട്. എങ്ങനെയാണത് വെളിച്ചമാകേണ്ടത്? ഗുരുമുഖത്തിരുന്നു പഠിക്കുമ്പോൾ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ മദ്രസയിലേക്ക് നമ്മളുടെ മക്കളെ പറഞ്ഞേക്കുമ്പോ ആരംഭ റസൂലിന്റെ ഹദീസ് ഹൃദയത്തിലേക്ക് കടന്നു വരണം. എന്റെ മകനെ, എന്റെ മകളെ കൊച്ചു വെളുപ്പാൻ നേരത്ത് പുലർക്കാലത്ത് എഴുന്നേൽപ്പിച്ച് അവരുടെ ദേഹശുദ്ധി വരുത്തി നിസ്കാരം നിർവഹിപ്പിച്ച് ചെറുഭക്ഷണങ്ങൾ കൊടുത്ത് സന്തോഷത്തോടെ മദ്രസയിലേക്ക് യാത്രയാക്കുമ്പോ ഹബീബിന്റെ ഹദീസ് ഹൃദയത്തിൽ ഓർമ്മ വരണം. മൻ സലക ത്വരീഖാ യൽതമിസു ഫീഹി ഇൽമാ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിനി തന്റെ വീടകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്താണ് ലക്ഷ്യം? യൽതമിസു ഫീഹി ഇൽമാ, അറിവിന്റെ അന്വേഷണമാണ്, പഠിക്കാനാണ്, അറിവ് ശേഖരിക്കാനാണ് ആ കടന്നുവരവ്. അങ്ങനെയാണ് കടന്നു വരുന്നതെങ്കിൽ, അവന്റെ ഉദ്ദേശം അറിവ് നേടിയെടുക്കലാണെങ്കിൽ, ജ്ഞാന സമ്പാദനമാണെങ്കിൽ, ആരംഭ റസൂല് പറഞ്ഞത് എത്ര കൃത്യമാണ്. സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. സ്വർഗത്തിലേക്കുള്ള വഴിയാണ് അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുന്നത്. അല്ലാഹു നമുക്കും നമ്മുടെ മക്കൾക്കും സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി തരട്ടെ. അതെങ്ങനെ സാധ്യമാകുന്നതാണ്? അത് സാധ്യമാകുന്നത് ഗുരുമുഖത്തിരുന്നു പഠിക്കാൻ നമ്മുടെ മക്കൾക്ക് കഴിവുണ്ടാകുമ്പോഴാണ്. ഓൺലൈനായി പഠിക്കാൻ അവസരമുണ്ട്, ഓഫ്ലൈനായി പഠിക്കാൻ അവസരമുണ്ട്. പക്ഷേ ഫിസിക്കലി തന്റെ മുന്നിലിരിക്കുന്ന ഗുരുവിന്റെ മുഖത്ത് നിന്ന് കടന്നു വരുന്ന ആദരങ്ങളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ജ്ഞാനസാഗരത്തിലെ മൊഴിമുത്തുകൾ പെറുക്കിയെടുക്കാൻ തന്റെ മുന്നിലിരിക്കുന്ന ശിഷ്യഗണങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് വെളിച്ചം, അതാണ് വെളിച്ചം. ആ വെളിച്ചമാണ് സ്വർഗത്തിലേക്ക് നമ്മളെ മക്കളെ എത്തിക്കുന്നത്. കാരണമെന്തോ, നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ വെളിച്ചം നമ്മളുടെ ഉസ്താദിൽ നിന്നു മാത്രമല്ല. ഉസ്താദിനത് കിട്ടിയത്, നമ്മുടെ മുന്നിലിരിക്കുന്ന ഗുരുവിനത് കിട്ടിയത് ഉസ്താദിന്റെ ഉസ്താദിൽ നിന്നാണ്. ആ ഉസ്താദ് അത് നേടിയെടുത്തത് തൊട്ടപ്പുറത്തെ ഗുരുവിൽ നിന്നാണ്. ആ ഉസ്താദ് അത് നേടിയെടുത്തത് തൊട്ടപ്പുറത്തെ ഗുരുവിൽ നിന്നാണ്. ആ ഉസ്താദ് അത് നേടിയെടുത്തത് അതിനപ്പുറത്തെ ഗുരുവിൽ നിന്നാണ്. ഈ ഗുരുപരമ്പരകളെ നമ്മളൊന്ന് കടന്നുപോയാൽ എത്തിച്ചേരുന്നത് അഷ്റഫുൽ ഖൽഖ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അവിടെയാണ് നമ്മൾ പണ്ഡിതന്മാരെ തെരഞ്ഞെടുക്കുന്നത്. അല്ലാഹു നമ്മളെയും നമ്മളുടെ ആലിമീങ്ങളെയും ഉഖറവിയായ ആലിമീങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. ഹബീബിനോട് ബന്ധമുള്ളവരെ ഏറ്റെടുക്കാനും ഉൾക്കൊള്ളാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ഗുരുക്കന്മാർ അവരുടെ ഗുരുക്കന്മാരെ തെരഞ്ഞെടുത്തിരുന്നത് ആരംഭ റസൂലിനോട് എത്ര ആത്മബന്ധമുണ്ട് എന്ന് നോക്കിയിട്ടാണ്. ഞാനൊരു ചരിത്രം പറയാം, ഒരു മഹാഗുരുവിന്റെ ചരിത്രമാണ്. ആ മഹാഗുരു ദർസ് നടത്തിയിരുന്നത് മസ്ജിദുൻ നബവിയിലാണ്. ആ മഹാഗുരു വല്ലാത്ത പ്രവാചക പ്രേമിയാണ്. ആ മഹാഗുരുവിന്റെ പേരാണ് മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു തആല അൻഹു. മാലിക്കി മദ്ഹബിന്റെ ഇമാമാണ്. ആരാണ് മാലിക്കി മദ്ഹബിന്റെ ഇമാമായ മാലിക് ഇബ്നു അനസ് എന്നറിയുമോ? റളിയല്ലാഹു അൻഹു. നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവർകളുടെ
ഉസ്താദാണ് മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. അഥവാ നമ്മുടെയും ഉസ്താദാണ് മഹാനവർകൾ. ശാഫിഈ ഇമാമിൽ നിന്നാണല്ലോ നമ്മളിലേക്ക് കൈമാറ്റം കിട്ടിയിരിക്കുന്നത്. ശാഫിഈ ഇമാമിന്റെ ശിഷ്യ പരമ്പരകളിൽ നിന്നാണ് ഈ കൊച്ചു കേരളത്തിലേക്ക് അറിവിന്റെ മഹാഗോപുരങ്ങളായ മഹാജ്ഞാനികൾ കടന്നു വന്നത്. പൊന്നാനിയിലെ വിളക്കത്തിരിന്ന് ഇന്നും ദർസ് നടത്താൻ സൗകര്യമുള്ള ചെറിയ മക്ക എന്നറിയപ്പെടുന്ന മലബാറിന്റെ മക്കയിലെ പൊന്നാനിയിൽ മഖ്ദൂമുമാർ നടത്തിയിരുന്ന ജ്ഞാനത്തിന്റെ സബര്യയുണ്ട്. ആ സബര്യ അവർ തുടങ്ങി വെച്ചത് പരിശുദ്ധ മക്കയുടെ പരിച്ഛേദനമാണ്. പരിശുദ്ധ മക്കയിൽ ദർസ് നടത്തിയിരുന്ന മഹാനായ ജ്ഞാനി ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു. ആ മഹാന്റെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവരിൽ നിന്നാണ്, അവരുടെ ദർസിൽ ഓതി പഠിച്ചവരാണ് ഈ കൊച്ചു കേരളത്തിലെ മഹാജ്ഞാനികൾ. നമ്മളുടെ ഉസ്താദുമാരെ നോക്കിയാൽ, ശൈഖുന ചെറുശ്ശേരി ഉസ്താദിനെ നോക്കിയാൽ, ശൈഖുന ജിഫ്രി തങ്ങളെ നോക്കിയാൽ, ശൈഖുന ആലിക്കുട്ടി ഉസ്താദിനെ നോക്കിയാൽ, മഹാഗുരുക്കന്മാരെ നോക്കിയാൽ, ശൈഖുന ശംസുൽ ഉലമാഇൽ മർഹൂം അവരെ നോക്കിയാൽ, ശൈഖുന റഈസുൽ മുഹഖ്ഖീൻ കണ്ണിയത്ത് ഉസ്താദ് അവരെ നോക്കിയാൽ, അവരുടെ ഗുരുപരമ്പരകളിൽ ഖുത്ബി ഉസ്താദിനെ നോക്കിയാൽ, ഇവിടെ കടന്നു വന്ന മഹാജ്ഞാനികളെ നോക്കിയാൽ, ഉസ്താദുമാർ പിറകോട്ട് കടന്നു പോകുമ്പോ എത്തിച്ചേരുന്നത് ഇവരിലേക്കാണ്. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു. തൊട്ടുമുന്നത്തേക്ക് നോക്കിയാൽ മഹാനായ സക്കരിയൽ അൻസാരി റളിയല്ലാഹു അൻഹു. തൊട്ടുമുന്നിലേക്ക് നോക്കിയാൽ മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി. അവരുടെ മുന്നിലേക്ക് നോക്കിയാൽ ഇമാം റാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. അവരുടെ മുന്നിലേക്ക് നോക്കിയാൽ ഞാനിപ്പോൾ തുടങ്ങി വെച്ച മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു മുന്നിലേക്ക് ഇങ്ങനെ നോക്കുന്തോറും ഹബീബിന്റെ മുന്നിൽ നിന്ന് പഠനം നടത്തിയിരുന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെളിച്ചത്തിന്റെ കൈമാറ്റങ്ങളാണ് ഇവിടെ നടന്നുപോയത്. അവിടെയാണ് ഈ ഗുരുക്കന്മാർ എങ്ങനെയാണ് അറിവ് അന്വേഷിച്ചിരുന്നത്, നേടിയെടുത്തിരുന്നത്, അവർ വെച്ചിരുന്ന മാനദണ്ഡങ്ങൾ എന്താണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. മദീനത്തെ മസ്ജിദുൻ നബവിയിൽ ദർസ് നടത്തിയിരുന്ന ഇമാമു ദാരിൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു മഹാനവർകളാണ് ലോകത്താദ്യമായി പരിശുദ്ധ ഖുർആനിന്റെ ക്രോഡീകൃത ഗ്രന്ഥം രേഖപ്പെടുത്തി തയ്യാറാക്കി വെച്ചത്. മഹാനവർകളുടെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് മുവത്വാ എന്ന പേരിൽ അറിയപ്പെടുന്ന മുവത്വാ ഇബ്നു മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മുവത്വാ. മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മുവത്വാ വിശ്വപ്രസിദ്ധ ഗ്രന്ഥമാണ്. ഹബീബിന്റെ ഹദീസുകൾ ക്രോഡീകരിച്ച ഗ്രന്ഥമാണ്. പക്ഷേ ആ ഗ്രന്ഥത്തിൽ മഹാനവർകൾ ഹദീസ് സ്വീകരിച്ചിരുന്നത് മഹാനവർകൾ വെച്ചിരുന്ന മാനദണ്ഡമനുസരിച്ചാണ്. എന്താണ് ആ മാനദണ്ഡം? ചരിത്രത്തിൽ നോക്കിയാൽ കാണാം. മഹാനവർകൾ ഒരു ദിവസം ഒരു പ്രാവശ്യം ഹജ്ജിന് പോകുകയാണ്. ഹജ്ജിനു ചെന്നപ്പോഴാണ് ആളുകൾ അറഫയിൽ തടിച്ചുകൂടി നിൽക്കുന്നതിന്റെ ഇടയിൽ ഒരു മനുഷ്യന്റെ ചുറ്റും കുറച്ചധികം ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു അത് ശ്രദ്ധിക്കുകയാണ്. ആരാണ് ആ മനുഷ്യൻ? ആരുടെ വർത്തമാനമാണ് ജനങ്ങൾ ഇങ്ങനെ കാതു കൂർപ്പിച്ച് കേൾക്കുന്നത്? അന്വേഷിച്ചു നോക്കി ആരാണ് അയാൾ. അപ്പോഴാണ് പറഞ്ഞു കൊടുത്തത് ആ മനുഷ്യൻ ആരാണെന്നറിയുമോ? അതാണ് മഹാനായ അബൂ അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുള്ളാഹി അലൈഹി. ഹദീസിന്റെ നിവേദക പരമ്പരയിലെ പ്രഗൽഭനായ വ്യക്തിത്വമാണ് അബൂ അയ്യൂബിൻ സഖ്തിയാനി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹമാണ് അറഫയിൽ നിൽക്കുന്നത്. ആളുകൾ അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് കേൾക്കാനാണ് കാത്തിരിക്കുന്നത്.
അവിടുത്തെയുടെ അധ്യാപനം കേൾക്കാൻ ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിന് തിടുക്കമായി. അത്രത്തോളം ഹബീബിനെ സ്നേഹിച്ച മഹാനാണ് മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. ഹബീബിന്റെ ഹദീസ് പറയാൻ വേണ്ടി അത്രത്തോളം ജീവിതം സമർപ്പിച്ച മഹാനാണ് മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹി. അത്രത്തോളം ഹബീബിനെ പ്രണയിച്ച മഹാനാണ്. മദീനയിൽ ചെരുപ്പിട്ട് നടന്നിരുന്നില്ല, മദീനയിൽ വാഹനപ്പുറത്ത് സഞ്ചരിച്ചിരുന്നില്ല. ഹദീസ് പഠിപ്പിക്കാൻ തന്റെ ദർസിലേക്ക് വരുന്നതിന്റെ മുമ്പ് നന്നായി ദേഹശുദ്ധി വരുത്തിയിട്ട് മുന്തിയ വസ്ത്രങ്ങൾ ധരിച്ചിട്ട് ഏറ്റവും നല്ല സുഗന്ധം ഉപയോഗിച്ച്, വില കൂടിയ സുഗന്ധങ്ങൾ ഉപയോഗിച്ച് മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ഏറ്റവും മുന്തിയ വിരിപ്പ് തന്നെയാണ് വിരിക്കുന്നത്. ആ മുന്തിയ വിരിപ്പ് വിരിച്ച് അതിന്മേൽ അത്രമേൽ ഭവ്യതയോടെ ഊദ് പുകപ്പിച്ച് സുഗന്ധത്തിന്റെ പരിമളം അടിച്ചു വീശുന്ന അന്തരീക്ഷത്തിൽ എല്ലാ ഒരുക്കങ്ങളും ഒരുങ്ങി പരിശുദ്ധ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് പറയുന്നതിന്റെ മുന്നേ നിസ്കാരം നിർവഹിച്ച് പ്രാർത്ഥനകൾ നിർവഹിച്ച് അങ്ങേറ്റത്തെ ഭവ്യതയോടെയല്ലാതെ ഹബീബിന്റെ ഒരു ഹദീസ് പറഞ്ഞിരുന്നില്ല. അവരൊക്കെ ഹബീബിന്റെ ഹദീസ് പറയാൻ എടുത്തിരുന്ന തീരുമാനങ്ങൾ നോക്കുമ്പോ, അവരൊക്കെ എടുത്തിരുന്ന അധ്വാനങ്ങൾ നോക്കുമ്പോ, ഓ മുഅ്മിനീങ്ങളെ, നമ്മൾ നിസ്സാരമാക്കുന്ന നിസ്സാരത എത്രത്തോളം ആഴമുള്ളതാണ് എന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വഴിയരികിൽ വെച്ച് ആരെങ്കിലും വല്ല ഹദീസും ചോദിച്ചാൽ മഹാനവർകൾ ദേഷ്യപ്പെടാറുണ്ടായിരുന്നു. വഴിയിൽ വെച്ച് പറഞ്ഞു തരാൻ വില കുറഞ്ഞ സാധനമല്ല എന്റെ അടുത്തുള്ളത്. പള്ളിയിലേക്ക് വരൂ, ദർസിലേക്ക് വരൂ, വുളൂ ചെയ്ത് സദസ്സിലിരിക്കൂ, സദസ്സിലിരുന്നിട്ട് ഭവ്യതയോടെ ആത്മാർത്ഥതയോടെ കേൾക്കൂ. സ്വഹാബത്ത് അങ്ങനെയാണ് ഹബീബിന്റെ ഹദീസ് കേട്ടിരുന്നത്. സ്വഹാബത്ത് പറയുന്നുണ്ട്, ആരംഭ റസൂൽ സംസാരിക്കാൻ തുടങ്ങിയാൽ ഹബീബിന്റെ സദസ്സിനെ കുറിച്ച് കണ്ടവർ കേട്ടവർ പറയുന്നുണ്ട്, കഅന്നമാ അലാ റൂസിന തുയൂർ, കഅന്നമാ അലാ റൂസിന തുയൂർ. ഞങ്ങളുടെ തലയുടെ മുകളിൽ പക്ഷി വന്ന് ഇരുന്നാൽ എങ്ങനെയുണ്ടാകും അതുപോലെയായിരുന്നു ഹബീബിന്റെ ഹദീസിൽ ഞങ്ങൾ ഇരുന്നിരുന്നത്. ഇരിക്കുന്നൊരു മനുഷ്യന്റെ തലയുടെ മുകളിൽ പക്ഷി വന്നിരുന്നാൽ ആ പക്ഷി പറന്നു പോകാതിരിക്കാൻ എത്രത്തോളം തലയിൽ അച്ചടക്കം പാലിച്ചിരുന്നു, സാഗൂതം ശ്രദ്ധിച്ചിരുന്നു. അത്രത്തോളം ഭവ്യതയോടെയല്ലാതെ ഹബീബിന്റെ ഹദീസിന്റെ സദസ്സിൽ മഹാന്മാരായ സ്വഹാബത്ത് ഇരുന്നിട്ടില്ല. അവർ അത്രത്തോളം തൽപരരായിരുന്നു. ഇതേ അദബ്, ഇതേ അച്ചടക്കം നിങ്ങൾ ആരംഭ റസൂലിന്റെ ഹദീസിനോട് കാണിക്കണമെന്ന് തന്നോട് വഴിയരികിൽ വെച്ച് ഹദീസിന്റെ സംശയം ചോദിച്ചവരോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പള്ളിയിലേക്ക് കടന്നു വരാൻ പറയുമായിരുന്നു മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു തആല അൻഹു. ഒരു ദിവസം മഹാനവർകൾ ഹദീസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വിരിച്ചിരുന്ന പരവതാനിയുടെ അടിയിൽ നിന്ന് ആ പള്ളിയിലൂടെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കടന്നു വന്ന ഒരു കരിന്തേള് മഹാനായ ഗുരുവായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ കടിക്കുന്നത്, ആഞ്ഞുകുത്തുകയാണ്. ഒന്നല്ല 16 തവണയാണ് മഹാനവർകളുടെ ശരീരത്തിൽ ആ തേള് കടിച്ചതിന്റെ അടയാളമുണ്ടായിരുന്നത്. അത്രത്തോളം കടിച്ചിട്ടും താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹദീസ് മുഴുമിപ്പിക്കാതെ മഹാനവർകൾ ഒരിക്കലും തേളിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. നമുക്ക് കഴിയുമോ? നിസ്കാരമല്ലായത് ഹബീബിന്റെ ഹദീസ് പറഞ്ഞുകൊണ്ടിരിക്കെ, തന്റെ മുന്നിലിരിക്കുന്ന ശിഷ്യന്മാരോട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കെ, അധ്യാപനത്തിന്റെ ഇടയിൽ ഒരു തേള് കടിച്ചപ്പോൾ അനങ്ങാതെ ഒരിക്കലും ഹബീബിന്റെ ഹദീസ് പറയുന്നതിന്റെ ഇടയിൽ ഭംഗം വരാൻ പാടില്ല, ഇതിന് മുറിയാൻ പാടില്ല. മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലിരിക്കുന്നുണ്ട് ശിഷ്യന്മാർ. അവർ മഹാനവർകളെ ശ്രദ്ധിച്ചു. അപ്പോഴാണ് തന്റെ
തന്റെ ഗുരുവിന്റെ ശരീരമാകെ നീല കളർ കയറിക്കൊണ്ടിരിക്കുകയാണ്, നീല നിറം കയറിക്കൊണ്ടിരിക്കുകയാണ്. ശിഷ്യർക്ക് മനസ്സിലായി എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. പതുക്കെ പതുക്കെ ശബ്ദം മുറിഞ്ഞു പോകുമാർ, നെറ്റിത്തടത്തിൽ വിയർപ്പ് പൊടിയുമാർ, ക്ഷീണം കൊണ്ടൊരു മനുഷ്യൻ വീണുപോകുമാർ. ഒരു മനുഷ്യന്റെ ഭാവമാറ്റം സംഭവിക്കുന്നത് തൊട്ടു മുന്നിലിരിക്കുന്ന ശിഷ്യന്മാർക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഹദീസ് പറയുന്നതിന്റെ ഇടയിൽ എന്താണെന്ന് ചോദിക്കാൻ അവർ അധീരരായിരുന്നു. കാരണം ഗുരുവിനെ കുറിച്ച് അവർക്കറിയാം. ഗുരുവോ ആ ഹദീസ് പറയുന്നത് നിർത്തിവെച്ചില്ല. അവസാനം ഹദീസ് അങ്ങ് പറഞ്ഞു കഴിഞ്ഞതും ബോധരഹിതനായി മറിഞ്ഞു വീണു മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. ശിഷ്യന്മാർ ഓടി വരികയാണ്, ഗുരുവിനെ പരിശോധിക്കുകയാണ്. നോക്കുമ്പോഴാണ് ശരീരത്തിന്റെ കാൽഭാഗത്ത് അവിടെ അതാ തേള് കടിച്ചു വെച്ചിരിക്കുകയാണ്. ബോധമുണർന്നതിന്റെ ശേഷം ശിഷ്യർ ചോദിക്കുന്നുണ്ട്, അല്ലയോ ഗുരുവേ, മാലിക് ഇബ്നു അനസ് എന്നവരെ, എന്തേ ആദ്യത്തൊരു കടി കടിച്ചപ്പോഴേക്ക് അസഹ്യമായ വേദന ശരീരത്തിലെ ഞരമ്പുകളിലൂടെ തേള് കടിച്ചാലുള്ള അവസ്ഥയറിയുമല്ലോ, എന്തേ പറയാതിരുന്നത്, എന്തേ നിർത്താതിരുന്നത്? അതൊരിക്കലും ദീനിന്റെ നിയമം വെച്ച് നോക്കിയാൽ അതൊരിക്കലും തെറ്റല്ലല്ലോ. അങ്ങ് നിർത്തിവെച്ചിട്ട് ആവശ്യമായ കർമ്മങ്ങൾ ചെയ്യാമല്ലോ. പക്ഷേ അവിടെ അവർ പരിഗണിച്ചത് നിയമമല്ല, അദബാണ് പരിഗണിച്ചത്. അദബാണ് പരിഗണിച്ചത്. എന്താണ് അദബ്? ആരുടെ മുന്നിലാണ് അദബ് പരിപാലിച്ചത്? അദബ് പരിപാലിച്ചത് സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിന്റെ മുന്നിലാണ്. ആ വിഷയത്തിൽ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മാതൃക ആരായിരിക്കും? ആരായിരിക്കും മാതൃക? ആരായിരിക്കും മാതൃക? വർഷങ്ങൾ പിറകിലോട്ട് സഞ്ചരിച്ചാൽ ഹബീബിന്റെ ഹിജ്റയുടെ യാത്രയുടെ ഇടയിൽ 3 ദിവസം തങ്ങിയ ഹിറാ ഗുഹയിലേക്ക്, ഹിറാ ഗുഹയല്ല, 3 ദിവസം തങ്ങിയ സൗർ ഗുഹയിലേക്ക് ഒന്ന് കടന്നുപോയാൽ നമുക്ക് മനസ്സിലാകും മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു തന്റെ കാലിൽ തേളിന്റെ ദംഷ്ടനം ഏറ്റിട്ടും കാലനക്കാതെ ഹദീസ് മുഴുമിപ്പിച്ചത് ആരുടെ മാതൃകയാണ്? പിറകോട്ട് സഞ്ചരിച്ചാൽ സൗർ ഗുഹക്കുള്ളിൽ എല്ലാ പൊത്തുകളും തന്റെ ശരീരത്തിൽ ധരിച്ചിരുന്ന കുപ്പായം കീറിയിട്ട് ആ നേരത്തെ കരുതി വെച്ചിരുന്ന ശീലത്തുണ്ടിൽ നിന്ന് എല്ലാ പൊത്തുകളും അടച്ചു വെച്ചിട്ട് അവസാനം ഒരു പൊത്തു മാത്രം അവശേഷിപ്പിച്ചപ്പോ ആ പൊത്തിലേക്ക് തന്റെ കാല് വെച്ചു കൊടുത്തൊരു മഹാനുണ്ട്, ഹബീബിന്റെ കൂട്ടുകാരനുണ്ട്, നമ്മുടെ നേതാവുണ്ട്, പ്രവാചക പ്രേമികളുടെ അനുരാഗികളുടെ നേതാവുണ്ട്, സയ്യിദുനാ ഖലീഫത്തു റസൂലില്ലാഹി അബൂബക്കറിന് സിദ്ദീഖ് റഹ്മത്തുള്ളാഹി അലൈഹി. കാലുവച്ചതും ആ കാലിലേക്ക് സർപ്പത്തിന്റെ ദംഷ്ടനമേറ്റതും നമ്മളൊക്കെ വായിച്ചറിഞ്ഞ ചരിത്രമല്ലേ? എന്തുകൊണ്ടാണ് കാലനക്കാതെ വെച്ചത്? തന്റെ മടിയിൽ 14-ാം രാവിന്റെ പരിപൂർണ ചന്ദ്രൻ കിടന്നുറങ്ങുമ്പോ ആ പാൽത്തില ഒഴുകുന്ന മുഖത്തെ തന്റെ മടിയിലേക്ക് സ്വീകരിച്ചിരുത്തുമ്പോ തന്റെ കാലിൽ പാമ്പ് വന്ന് കടിച്ചിട്ട് ശരീരമാകെ അസഖ്യമായ വേദന കൊണ്ട് കടന്നു പൊളയുമ്പോഴും കാലനക്കാതെ, പക്ഷെ സ്വാഭാവികമായും ശരീരത്തിലെ വേദന അസഹനീയമാകുകയും കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഉറ്റിവീണത് ഹബീബിന്റെ മുഖത്തായതിനാൽ എഴുന്നേറ്റിട്ട് മാലക്കയ അബൂബക്കർ, എന്തുപറ്റി അബൂബക്കറേ എന്ന് ചോദിച്ചപ്പോഴാണ് കണ്ണുനീരോടെ വല്ലാത്തൊരവസ്ഥയിൽ കാത്തു നിൽക്കുന്ന സിദ്ദീഖ് എന്നവർ കാര്യം പറഞ്ഞത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അദബ് കാണിച്ച സിദ്ദീഖ് എന്നവരുടെ മാതൃകയാണ് വർഷങ്ങൾക്കിപ്പുറം മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു തആല അൻഹു തന്റെ ജീവിതത്തിൽ പകർത്തിയത്. അല്ലാഹുവേ, ആ മഹബ്ബത്ത് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. സൗറന്ന ഗുഹയിൽ പണ്ട് സന്മാർഗത്തേരുകൾ 2, സ്നേഹത്തിൻ ഇണകൾ 2 പാറി വന്നു, പുത്തിൽ ഓടി വന്നു, ആരും കാണാതെ അറിയാതെ ഒളിച്ചിരുന്നു, ആരും കാണാതെ
അറിയാതെ ഒളിച്ചിരുന്നു. അറബികൾ എന്നവർ കാട്ടാളന്മാർ അറുകുലനിത്തം തുടരുമ്പോൾ അജ്ഞത കൂരിരുൾ മുറ്റിയ കാലം അന്ധതയിൽ വഴി തേടുമ്പോൾ വിജ്ഞാനത്തിൻ കൈത്തിരിയേന്തി മക്കയിൽ ഉദയം ചെയ്ത നബി നാടും വിട്ട് നബി വീടും വിട്ട് സൗറിൽ ഓടി വന്നു. സൗറെന്ന ഗുഹയിൽ പണ്ട് സന്മാർഗത്തേരുകൾ രണ്ട്, സ്നേഹത്തിൻ ഇണകൾ രണ്ട് പാറി വന്നു, പുത്തിൽ ഓടി വന്നു. ആരും കാണാതെ അറിയാതെ ഒളിച്ചിരുന്നു. സത്യത്തിൻ കൈത്തിരികളുമേന്തി നേർവഴി കാട്ടിയ തിരുനബിയെ സ്നേഹത്തിൻ മധുഗീതം പാടാൻ സൗഹൃദമേകിയ തിരുനബിയെ കയ്യിൽ വാളുകളേന്തിക്കൊണ്ടവർ ഓടിത്തിരയും തിരുനബിയെ കാണുകില്ല അവർ കാണുകില്ല അവർ കാണുകില്ല. സൗറെന്ന ഗുഹയിൽ പണ്ട് സന്മാർഗത്തേരുകൾ രണ്ട്, സ്നേഹത്തിൻ ഇണകൾ രണ്ട് പാറി വന്നു, പുത്തിൽ ഓടി വന്നു. ആരും കാണാതെ അറിയാതെ ഒളിച്ചിരുന്നു. ആരും കാണാതെ അറിയാതെ ഒളിച്ചിരുന്നു. നമ്മുടെ ഹൃദയത്തിൽ നിത്യവിസ്മയമായി നിൽക്കുകയാണ് ഹബീബിനോടുള്ള സിദ്ദീഖ് എന്നവരുടെ പ്രണയം. അതുപോലെ ആശിഖീങ്ങളുടെ പരമ്പരകളിൽ കാണാൻ പറ്റുന്ന അതുല്യ വ്യക്തിത്വമാണ് മഹാനായ ഇമാമു ദാരിൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് ഹജ്ജിന് പോയപ്പോ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു അറഫയിൽ കണ്ടു അബൂ അയ്യൂബിൻ സഖ്തിയാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ. ജനങ്ങൾ വട്ടം കൂടി അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് ശ്രവിക്കുന്നുണ്ട്. പക്ഷേ എഴുന്നേറ്റ് ചെന്നിട്ട് ആ മനുഷ്യന്റെ അടുത്ത് ചെന്ന് ഹബീബിന്റെ ഹദീസ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ആ വ്യക്തിയെ കുറിച്ച് ശരിയാവണ്ണം മനസ്സിലാക്കാതെ, ഒരാളെ കുറിച്ച് നേരാവണ്ണം ബോധ്യപ്പെടാതെ എങ്ങനെയാണ് ഹദീസ് സ്വീകരിക്കുക? വെറുതെ ഒരാൾ ഹദീസ് പറയുന്നുണ്ടെന്ന് വെച്ച് അയാളിൽ നിന്ന് ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. മഹാന്മാർ കാണിച്ച സൂക്ഷ്മതയാണത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹുൽ ബുഖാരി എന്ന ലോകത്തെ വിശ്വപ്രസിദ്ധമായ ആരംഭ റസൂലിന്റെ ഹദീസ് എന്ന മൊഴിമുത്തുകൾ ശേഖരിച്ചു വെച്ച പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വീകാര്യതയുള്ള സ്വഹീഹായ ഹദീസ് ഗ്രന്ഥമാണ് സ്വഹീഹുൽ ബുഖാരി. മഹാനായ മുഹമ്മദ് ഇബ്നു ഇസ്മാഈൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് രേഖപ്പെടുത്താൻ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. ആ മാനദണ്ഡത്തിൽ ചരിത്രത്തിൽ കാണാം, 2 മാസത്തെ യാത്ര നടത്തി മഹാനായ ബുഖാരി ഇമാം ഒരു മനുഷ്യന്റെ അടുത്തേക്ക് കടന്നു ചെന്നു. എന്തിനാണ് 2 മാസത്തെ യാത്ര നടത്തിയിട്ട് പോയതെന്നറിയുമോ? ആ വ്യക്തിയുടെ അടുത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ പക്കൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട, നിവേദനം ചെയ്യപ്പെട്ട് കൈമാറി കിട്ടിയ ഒരു ഹദീസ് ഒരു വ്യക്തിയുടെ കയ്യിലുണ്ട് എന്ന് കേട്ടിട്ട് ആ ഹദീസ് പഠിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വാഹനപ്പുറത്ത് യാത്ര ചെയ്ത് 2 മാസത്തെ വഴി ദൂരമാണ്. 2 മാസത്തെ യാത്ര കഴിഞ്ഞിട്ട് ഉദ്ദേശിച്ച വ്യക്തിയുടെ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കണ്ട കാഴ്ച എന്തറിയുമോ? കയ്യിൽ ഒരു പിടി പുല്ല് പിടിച്ചിട്ട് തന്റെ മോട്ട് കാട്ടി കടന്നു പോകുന്ന ഒട്ടകത്തെ അടുത്തേക്ക് വരാൻ വേണ്ടി ആ ഒട്ടകത്തിന് തീറ്റ കാണിച്ചു കൊടുക്കുന്നുണ്ട്. വിസമ്മതിച്ചു പോകുന്ന ഒട്ടകത്തിനെ തിരിച്ചിങ്ങോട്ട് വിളിക്കാൻ വേണ്ടി തീറ്റ കാണിച്ചു കൊടുക്കുന്നുണ്ട്. തീറ്റ കൊടുക്കാനുള്ള ആ ഒരു വ്യാജേന ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് തീറ്റ കണ്ടപ്പോൾ ഒട്ടകം തിരികെ വന്നത്. ഒട്ടകം തിരികെ വന്നപ്പോ തീറ്റ കൊടുക്കാതെ തീറ്റ നിലത്തിടുകയും ആ ഒട്ടകത്തിന്റെ കഴുത്തിലുള്ള കയറു പിടിച്ചിട്ട് ഒരു കുറ്റിയിൽ ബന്ധിക്കുന്ന കാഴ്ചയാണ് മഹാനായ ബുഖാരി ഇമാം ആ വീട്ടിൽ നിന്ന് കണ്ടത്.
2 മാസത്തെ യാത്ര നടത്തിയിട്ട് ആ വ്യക്തിയിൽ നിന്ന് ഹദീസ് സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങി വന്നപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. വന്ന കാര്യം എന്താണെന്ന് പോലും പറയാതെ തിരികെ നടന്നുപോയി. മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ തിരിച്ചു പോകുകയാണ്. വീട്ടുകാരൻ തിരികെ വിളിച്ചു, ഹേ മനുഷ്യ, ആരാണ് നിങ്ങൾ? എങ്ങോട്ടാണ് നിങ്ങൾ വന്ന കാര്യം പറയാതെ തിരികെ പോകുന്നത്? അസമയത്താണ് മഹാനവർകൾ പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് തന്നെയാണ്. നിങ്ങളിൽ ഒരു ഹദീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് കേട്ടു പഠിക്കാൻ രേഖപ്പെടുത്താൻ വേണ്ടി വന്നയാളാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഞാൻ കണ്ടത് തീറ്റ കൊടുക്കാൻ എന്ന വ്യാജേന ഒട്ടകത്തെ അടുത്തേക്ക് വിളിക്കുകയും ഒട്ടകം അടുത്തു വന്നപ്പോൾ തീറ്റ നിലത്തിട്ട് കയറു പിടിച്ചിട്ട് കെട്ടുന്നതാണ് ഞാൻ കണ്ടത്. നിങ്ങളുടെ അടുത്ത് നിന്ന് ഹദീസ് സ്വീകരിക്കൽ അസാധ്യമാണ്. സാധുവായ ഒരു മൃഗത്തോട് വഞ്ചന കാണിക്കുന്ന നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിനോട് വഞ്ചന കാണിക്കില്ല എന്ന് എനിക്കൊരു ഉറപ്പുമില്ല. എനിക്ക് നിങ്ങളിൽ വിശ്വാസമില്ല. ഞാൻ തിരികെ പോകുകയാണെന്ന് പറഞ്ഞ് ആ മനുഷ്യന്റെ അടുത്ത് നിന്ന് തിരികെ പോകാൻ മനസ്സിൽ തീരുമാനമെടുത്ത മഹാനാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. നോക്കൂ, ഒരു ഹദീസ് രേഖപ്പെടുത്തുമ്പോൾ അവരെടുത്ത മാനദണ്ഡം ആരംഭ റസൂലിനോട് എത്ര ബന്ധമുണ്ട് എന്ന്. സാധുവായ ഒരു മൃഗത്തിനോട് പോലും വഞ്ചന കാണിക്കാത്ത വ്യക്തിയായിരിക്കണം ഹബീബിന്റെ ഹദീസ് കൈകാര്യം ചെയ്യേണ്ടത്. നമുക്ക് കഴിയുന്നുണ്ടോ? എത്രയെത്ര ഹദീസുകൾ നമ്മൾ കേട്ടു, എത്രയെത്ര ഹദീസുകൾ നമ്മൾ പഠിച്ചു. നമ്മൾ ജീവിതത്തിൽ ഈ സൂക്ഷ്മത കാണിക്കുന്നുണ്ടോ? മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആരംഭ റസൂൽ നമ്മളുടെ ജീവിതത്തിലുണ്ടോ? അവിടുത്തെ അധ്യാപനങ്ങൾ നമ്മളുടെ ജീവിതത്തിലുണ്ടോ? അങ്ങനെ ജീവിതത്തിൽ ഹബീബിന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും തീർച്ചയാണ്. നമ്മൾ രക്ഷപ്പെടും തീർച്ചയാണ്. ലോകം കണ്ട വിഖ്യാത പണ്ഡിതനാണ് അദ്ദേഹം. ഇംഗ്ലീഷുകാരനാണ്, മഹാപണ്ഡിതനായിരുന്നു. ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിച്ചിരുന്ന സമയത്തും അല്ലാത്തപ്പോഴും അറിവുള്ള മഹാജ്ഞാനിയാണ്. നിങ്ങൾക്ക് അടിച്ചു നോക്കാം. ഡോക്ടർ മെർമഡ്യൂക്ക് പിക്താൾ എന്ന് പറയുന്ന മനുഷ്യൻ, മെർമഡ്യൂക്ക് പിക്താൾ തന്റെ നാട്ടിലൂടെ ഇങ്ങനെ അങ്ങാടിയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരനെ പിക്താള് കണ്ടുപോയത്. മെർമഡ്യൂക്ക് പിക്താൾ ഒരു ചെറുപ്പക്കാരനെ കണ്ടു. ആ ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് വൃദ്ധനായൊരു മനുഷ്യൻ കയറി വരുന്നുണ്ട്. എന്നിട്ട് ഈ ചെറുപ്പക്കാരനോട് വല്ലാതെ കയർക്കുന്നുണ്ട്, അതിശക്തമായി ദേഷ്യപ്പെടുന്നുണ്ട്. ആ ദേഷ്യപ്പെടല് കണ്ടിട്ട് ഈ ചെറുപ്പക്കാരൻ അക്ഷോഭ്യനായി നിൽക്കുകയാണ്. അയാൾ അടിക്കുന്നുണ്ട്, അയാൾ തുപ്പുന്നുണ്ട്, ആട്ടുന്നുണ്ട്. പക്ഷേ ചെറുപ്പക്കാരൻ അക്ഷോഭ്യനായി ആ മനുഷ്യനോട് ക്ഷമ പറയുകയാണ്. ഈ കാഴ്ച കണ്ടു മെർമഡ്യൂക്ക് പിക്താൾ ഈ കാഴ്ച കണ്ട് അതിശയിച്ച് നിൽക്കുകയാണ്. വൃദ്ധനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ കൈകൊണ്ടൊന്ന് തട്ടിയാൽ വീണുപോകാവുന്നതേയുള്ളൂ. എന്നിട്ട് പോലും അരോഗ ദൃഢഗാത്രനായ ചെറുപ്പക്കാരൻ വൃദ്ധന്റെ ശകാരം കേട്ടു നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആട്ടും തുപ്പും കേട്ടു നിൽക്കുകയാണ്. മറുത്തൊന്നും പറയാതെ സുസ്മേരവദനായി മാപ്പ് നടത്തിയിട്ട് ആ ചെറുപ്പക്കാരൻ അത്രയും നേരം ക്ഷമ അവലംബിച്ച് നിൽക്കുകയാണ്. ഈ കാഴ്ചയാണ് പിക്താള് കണ്ടത്. ആ വൃദ്ധനായ മനുഷ്യൻ കുറെ ചീത്ത വിളിച്ചിട്ട് തിരിച്ചുപോയ സമയത്ത് പതുക്കെ മെർമഡ്യൂക്ക് പിക്താൾ ആ ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, അല്ലയോ സഹോദരാ, ഹേ ചെറുപ്പക്കാരാ, നിങ്ങൾ എന്താണ് ഇത്രയും നേരം ഇവിടെ കാട്ടിയത്? നിങ്ങളോടൊരു മനുഷ്യൻ കയർത്തിട്ട് നിങ്ങൾ മറുത്തൊന്നും പറയുന്നില്ലല്ലോ. അതിനാ ചെറുപ്പക്കാരൻ പറയുന്നത്, എന്നോട് എന്റെ ഗുരു, എന്റെ പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്, ചെറിയവരെ കരുണ കാണിക്കണം, വലിയവരോട് ബഹുമാനം ചെയ്യണമെന്ന്. ആ മനുഷ്യൻ എന്നോട് കയർത്താലും എന്റെ പ്രവാചകൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് വലിയവരെ ബഹുമാനിക്കണമെന്നാണ്. എന്താണ് കാര്യം സഹോദര? എന്തിനാണ് അദ്ദേഹം നിങ്ങളോട് ദേഷ്യപ്പെട്ടത്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ ഒരൽപ്പം പണം കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് തിരിച്ചു കൊടുക്കാൻ എനിക്ക് അവധി എത്തിയിട്ടും കൊടുക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ പേരിലാണ് എന്നോട് കയർക്കുന്നത്.
പിക്താള് ചോദിച്ചു ആ ചെറുപ്പക്കാരനോട്, ഈ നാട്ടിലൊരു നിയമമുണ്ടല്ലോ, അദ്ദേഹത്തിന് വേണമെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാമല്ലോ, അവർ നിന്നെ വിളിപ്പിച്ചിട്ട് വേണ്ട സെറ്റിൽമെന്റ് ചെയ്യാമല്ലോ, ഒരാളെയും ഇങ്ങോട്ട് വന്ന് ആക്രമിക്കൽ അതൊരു ശരിയായ നടപടിയല്ലല്ലോ. അങ്ങനെ നിയമമുണ്ടായിരിക്കെ നിങ്ങളെന്തേ മറുത്തൊരു മറുപടിയും ഉരിയാടാതെ ക്ഷമയോടെ കാത്തുന്നത് എന്തിനാ? അപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു കൊടുത്തത്, എന്റെ പ്രവാചകർ അങ്ങനെയാണ് പഠിപ്പിച്ചത്, എന്റെ പ്രവാചകരുടെ ജീവിതത്തിലും ഇതുപോലൊരു അവസരം ഉണ്ടായിട്ടുണ്ട്. പിക്താള വാക്കു കേട്ടു, ഇതുപോലത്തെ ഒരു അവസരം നിങ്ങളുടെ പ്രവാചകരുടെ ജീവിതത്തിലോ? അതേ. ചെറുപ്പക്കാരൻ പിറകിലോട്ട് സഞ്ചരിക്കുകയാണ്. താനറിഞ്ഞ പ്രവാചകനെ കുറിച്ച് പിക്താളിന് പറഞ്ഞു കൊടുക്കുകയാണ്. അത്രയും നേരം പിക്താള് മനസ്സിലാക്കിയത് 6-ാം നൂറ്റാണ്ടിലെങ്ങോ ജീവിച്ചുപോയ ഒരു നാടൻ, ഒരു മനുഷ്യൻ, ആ മനുഷ്യന് ഇപ്പോഴും നൂറ്റാണ്ടുകൾക്കിപ്പുറം പിന്തുണക്കാൻ മാത്രം എന്തു പ്രത്യേകതയാണ് ആ മനുഷ്യനുള്ളത് എന്നാണ് പണ്ഡിതനായ പിക്താള് മനസ്സിലാക്കിയിരുന്നത്. അപ്പോഴാണ് ഈ ചെറുപ്പക്കാരൻ എന്തു ചോദ്യം ചോദിക്കുമ്പോഴും ആരംഭ റസൂലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്, ഹബീബിന്റെ വീട്ടിലേക്ക്, ഹബീബിന്റെ സവിധത്തിലേക്ക് ഒരു ഗോത്രം കടന്നു വരികയാണ്. അവർ ഇസ്ലാം ആശ്ലേഷിക്കുകയാണ്. ഇസ്ലാം ആശ്ലേഷിച്ചതിന്റെ ശേഷം അവര് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, ഞങ്ങൾ ദരിദ്രരാണ്, ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള വകയില്ല, ഞങ്ങൾക്കൊരൽപ്പം ഗോതമ്പ് തരുമോ? ആ ചോദ്യത്തിന് ഹബീബിന്റെ അടുത്ത് ഇല്ല എന്ന മറുപടി അള്ളാന്റെ റസൂല് ശീലിച്ചിട്ടില്ലല്ലോ. അവിടുന്ന് പറയാറുള്ള മറുപടി, ഞാനൊന്ന് നോക്കട്ടെ, നിങ്ങൾക്ക് ഭക്ഷണം കിട്ടാനുള്ള മാർഗമൊന്ന് അന്വേഷിക്കട്ടെ. ഹബീബിന്റെ വീട്ടിൽ ഭക്ഷണമില്ലായിരുന്നു. ആരെങ്കിലും വന്ന് ഭക്ഷണം ചോദിച്ചാൽ, ആരെങ്കിലും മസ്ജിദുൻ നബവിയിൽ ഭക്ഷണം വന്ന് ചോദിച്ചാൽ ആദ്യം മുത്തുനബി പറഞ്ഞു വിടാറുള്ളത് അവിടുത്തെ ഭവനങ്ങളിലേക്കാണ്, സഹധർമ്മിണിമാരുടെ വീട്ടിലേക്കാണ്. ഇവിടെ വല്ലതുമുണ്ടോ, ഇവിടെ വല്ലതുമുണ്ടോ, ഇവിടെ വല്ലതുമുണ്ടോ? എല്ലാവരും പറഞ്ഞ മറുപടി, ഇവിടെ വെള്ളം മാത്രമേ ഉള്ളൂ, ഇവിടെ വെള്ളം മാത്രമേ ഉള്ളൂ. ആരാണ് പറയുന്നതെന്ന് കേൾക്കണം. 6 നേരവും 8 നേരവും മൃഷ്ടാന്ന ഭോജനം നടത്തി മൂക്കുമുട്ടയെ തിന്ന് ഉള്ള ഭക്ഷണങ്ങൾ വേസ്റ്റ് ആക്കുന്നതിൽ യാതൊരു മടിയുമില്ലാത്ത നമ്മളാണിത് കേൾക്കേണ്ടത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരു കല്യാണം കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ പോയി നോക്കിയാൽ കാണാം, ഈ ഉമ്മത്തിന്റെ ഭക്ഷണത്തിന്റെ വേസ്റ്റ് ആക്കുന്നതിലെ ആഴവും മൂക്കും നമുക്ക് കാണാൻ പറ്റും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി എന്നൊരു കഥയുണ്ട്, ഒന്ന് വായിച്ചു നോക്കൽ നല്ലതാണ്. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വീട്ടുകാരത്തികളോട് ചോദിച്ചപ്പോൾ അവരുടെ അടുത്തൊന്നും ഭക്ഷണമില്ല, സ്വഹാബത്തിന്റെ അടുത്ത് ഇത്രയും ആളെ ഊട്ടാനുള്ള ഭക്ഷണമില്ല. ഉടനെ അള്ളാന്റെ റസൂല് ചെയ്തതെന്തെന്നോ, തന്റെ അയൽവാസികളിൽപ്പെട്ട ജൂതനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ജൂത പുരോഹിതൻ കൂടിയാണ്. മദീനത്തെ ബഹുസ്വര സമൂഹമാണ് മദീനത്തുണ്ടായിരുന്നത് എന്നതിന്റെ ഒരു നേർസാക്ഷ്യം കൂടിയാണിത്. മറ്റു മതസ്ഥരോട് സ്നേഹത്തോടെ ഇടപഴകുകയും അവരോട് സ്നേഹത്തോടെ പെരുമാറുകയും അവരോട് ട്രാൻസാക്ഷൻ, ആദാന പ്രദാനങ്ങൾ, അവരോട് വിനിമയങ്ങളൊക്കെ നടത്താൻ മുത്തുനബി മാതൃക കാണിച്ചു എന്നുകൂടി ഈ സംഭവം പഠിപ്പിച്ചു തരികയാണ്. ജൂത പുരോഹിതനായിരുന്ന സയ്യിദ് ഇബ്നു സഅന എന്ന് പറയുന്ന ജൂത പുരോഹിതന്റെ അടുത്തേക്ക് അള്ളാഹുവിന്റെ റസൂൽ ആളെ പറഞ്ഞേക്കുകയാണ്. നിങ്ങളുടെ അടുത്ത് ഗോതമ്പുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ഗോതമ്പ് കൊടുത്തയക്കണമേ, കടമായിട്ട് കൊടുത്തയച്ചാൽ മതി. എന്റെ അടുത്ത് ഗോതമ്പ് വരുമ്പോൾ നിങ്ങളൊരു ഡേറ്റ് പറഞ്ഞാൽ തീയതിക്കകം തിരിച്ചു നൽകാവുന്നതാണ്. സയ്യിദ് ഇബ്നു സഅന അല്ലാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സമ്പർക്കം പുലർത്താനുള്ള അവസരം കാത്തു നിൽക്കുകയായിരുന്നു. 20 പാത്രത്തിലാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് സയ്യിദ് ഇബ്നു സഅന എന്ന് പറയുന്ന മനുഷ്യൻ ഗോതമ്പ് കൊടുത്തയച്ചത്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ തന്റെ അടുത്തേക്ക് പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആ ഗോത്രത്തെ ഭക്ഷണം കൊടുത്ത് അവർക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ഹബീബ് റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രത്തോളം ഭക്ഷണം കൊടുക്കുന്നതിന് ഇഷ്ടപ്പെട്ടവരാണ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് നമുക്കും തൗഫീഖ് തരട്ടെ. നമ്മളും റബീഉൽ അവ്വലിൽ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് അന്നദാനം എന്നത്. അല്ലാഹു നമുക്കതിൽ വലിയ തൗഫീഖ് നൽകുമാറാവട്ടെ. തൗഫീഖുള്ളവർക്കൊക്കെ അള്ളാഹു ഭക്ഷണം കൊടുക്കാനുള്ള അവസരം നൽകും. ഭക്ഷണം കൊടുക്കുന്നത് ഒരിക്കലും ചില്ലറ കാര്യമല്ല. അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, സ്വർഗത്തിൽ ഒരു വീട് കൊടുക്കുന്നുണ്ട്. ആ വീടിനൊരു പ്രത്യേകതയുണ്ട്. ആ വീടിന്റെ ഉള്ള് പുറമേ നിന്ന് നോക്കിയാൽ കാണാം. ആ വീടിന്റെ അകം പുറമേ നിന്ന് നോക്കിയാൽ കാണാം. അകത്ത് നിന്ന് നോക്കിയാൽ പുറമേയും കാണാം. മുത്തിനാലും മരതകത്താലും സ്ഫടിക സമാനം മനോഹരമായി നിർമ്മിച്ചൊരു ചില്ലുകൊട്ടാരം. ആ ചില്ലുകൊട്ടാരം ആർക്കാണ് അല്ലാഹു കൊടുക്കുന്നതെന്നറിയുമോ? 3 കാര്യങ്ങളാണ് മുത്തുനബി പറഞ്ഞത്. ഒന്ന്, ലിമൻ അലാനൽ കലാം, മയമുള്ള വാക്ക് സംസാരിച്ചവൻ. ഒന്ന്, മയത്തോടെ മാർദ്ദവത്വത്തോടെ കർക്കശമില്ലാതെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ട സോഫ്റ്റ്നെസ് ഉണ്ട്, മൃദുലത. ആ സോഫ്റ്റ്നെസ്സോടുകൂടെ ആരോട് സംസാരിക്കുകയാണെങ്കിലും, ഉമ്മയോടാവട്ടെ, ബാപ്പയോടാവട്ടെ, ഭാര്യയോടാവട്ടെ, ഭർത്താവിനോടാവട്ടെ, മക്കളോടാവട്ടെ, നിനക്ക് സോഫ്റ്റ്നെസ് ഉണ്ടോ, മൃദുലതയുണ്ടോ, മാർദ്ദവത്വമുണ്ടോ? അങ്ങനെ സംസാരിക്കുന്നവർക്ക് ആ വീടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. ഏറ്റവും വലിയ പ്രശ്നമാണ് സംസാരിക്കാൻ നാവുണ്ടെങ്കിലും മയത്തിൽ സംസാരിക്കാൻ ആർക്കും അറിയില്ല എന്നത്. രൂക്ഷമായ പ്രതികരണങ്ങളാണ് പലരുടെയും സ്വഭാവം. നേരിട്ട് പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയാണ്, അതിനും പറ്റിയില്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുകയാണ്. രൂക്ഷമായ പ്രതികരണം നടത്താൻ തനിക്ക് അല്ലാഹു നൽകിയ നാവ് ഉപയോഗിച്ച് മനുഷ്യരുടെ ഹൃദയത്തിൽ മുറിവുണ്ടാക്കാൻ എത്രയെത്ര ശ്രമങ്ങളാണ് നടത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കവികൾ പാടിവെച്ചില്ലേ, ജറാഹത്തുൽ ലിസാൻ ജറാഹത്തുസ് സിനാനി ലഹൽ തിയാമു വലാ യൽതാമു മാ ജറഹൽ ലിസാനു. സാന്ദർഭികമായി പറഞ്ഞു വെച്ചതാണ്. ജറാഹത്തുസ് സിനാൻ, കുന്തം കൊണ്ട് മുറിവേൽപ്പിച്ചു, കുന്തം കൊണ്ട് മുറിവായി, ശരീരത്തിൽ കോറി വെച്ചു, മുറിവായി. പക്ഷേ ലഹൽത്തിയാമോ, ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ, ആന്റിബയോട്ടിക് കഴിച്ചാൽ, ഒന്ന് തുന്നി ഓയിൽമെന്റ് തേച്ചാൽ ആ മുറിവ് ഭേദമാകും. കുറച്ച് ദിവസം പിടിച്ചാലും. പക്ഷേ വലായൽതാമു മാ ജറഹൽ ലിസാനു, നാവ് കൊണ്ടേൽപ്പിച്ച മുറിവ് ഭേദമാകുകയില്ല, ഭേദമാകുകയില്ല. അവിടെയാണ് ഈ ഹദീസ് പഠിക്കേണ്ടത്. ആരംഭ റസൂലല്ലേ പറഞ്ഞത്, സ്വർഗത്തിലെ മനോഹരമായ സ്ഫടിക സമാനമായ വീടൊരുക്കി കൊടുക്കുന്നത് ലിമൻ അലാനൽ കലാം, മൃദുലമായ വാക്ക് സംസാരിച്ചവനാണ്. ഭക്ഷണം കൊടുത്തവർക്കാണ്. ഭക്ഷണം കൊടുത്തവർ. അല്ലാഹു നമ്മെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. മൂന്നാമത്തെ കാര്യം, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോ രാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചവർക്കാണ്. ഇത് മൂന്നും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഇത് മൂന്നും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മയമുള്ള വാക്ക്, ഭക്ഷണം കൊടുക്കുന്നതിൽ തൽപരർ, അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സാധാരണ ഓരോ സ്ഥലത്ത് പ്രോഗ്രാമിന് പോകുമ്പോ ഭക്ഷണം ഇന്ന വീട്ടിലാണെന്ന് പറയും. ഇവിടെയും ഒരു ഭക്ഷണം കഴിച്ചു, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അന്നദാനം നടക്കാനിരിക്കുന്നുണ്ട്. ഈ നാട്ടുകാരിലെ ആണുങ്ങളും പെണ്ണുങ്ങളുമാണ് ആ ഭക്ഷണത്തിന് മുൻപന്തിയിൽ കൊടുക്കുന്നത്. അല്ലാഹു നമുക്കത് കൊടുക്കാനും അത് ഭംഗിയായി നിർവഹിക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് രണ്ടുമുണ്ടെങ്കിൽ മൂന്നാമത്തൊരു കാര്യം, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോ രാത്രിയിൽ ഉറങ്ങി എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചതിന്റെ പുറമെ അവൻ രാത്രിയിൽ നിസ്കാരം നിർവഹിക്കുന്നവനാണെന്ന് പറഞ്ഞ അത് ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇരിക്കട്ടെ, സയ്യിദ് ഇബ്നു സഅന എന്ന് പറയുന്ന ആ മനുഷ്യന്റെ അടുത്ത് നിന്ന് ഹബീബ് കടം വാങ്ങി.
ദിവസങ്ങൾ കഴിഞ്ഞു. ഹബീബ് ഒരു ഡേറ്റ് പറഞ്ഞിരുന്നു. പക്ഷേ ഒരു ദിവസം അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ കൂടെ സദസ്സിലിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ജൂത പുരോഹിതനായ സയ്യിദ് ഇബ്നു സഅന സദസ്സിലേക്ക് അനുവാദമില്ലാതെ ഇരമ്പിയാർത്തു വരുന്നത്, നേരെ ഹബീബിന്റെ അടുത്തേക്ക് കടന്നു വരുന്നത്. നോക്കൂ, മദീനത്ത് മുത്തുനബി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ ആ നാട്ടുകാരുടെ നേതാവായി വാണുകൊണ്ടിരിക്കുമ്പോഴാണ് അഷ്റഫുൽ ഖൽഖിന്റെ സദസ്സിലേക്ക് ഒരു മനുഷ്യൻ, അന്യ സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ കയറി വരാൻ മാത്രമുള്ള സ്വാതന്ത്ര്യമുള്ള മദീനയെ നമുക്ക് കണ്ണിൽ കാണാൻ കഴിയണം. നേരെ ഹബീബിന്റെ അടുത്തേക്ക് വന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കയർക്കുകയും വസ്ത്രം പിടിച്ച് വലിക്കുകയും ചെയ്യുകയാണ്. മുഹമ്മദേ, മുഹമ്മദേ, നീതി പാലിക്കടോ, വാക്ക് പാലിക്കണ്ടേ എന്ന് പറഞ്ഞ് മുത്തുനബിയോട് കയർക്കുകയാണ്. ചാടി എഴുന്നേറ്റു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. തന്റെ ഹബീബിനോട് കയർക്കുന്ന, തന്റെ ഹബീബിനോട് മോശമായി പ്രതികരിക്കുന്ന ആ മനുഷ്യനെ തന്റെ ഉറയിൽ നിന്ന് വാളു വലിച്ചൂരിയിട്ട് ഉമർ ചോദിക്കുന്നുണ്ട്, ദഅനി യാ റസൂലല്ലാഹ്, ദഅഹു യാ റസൂലല്ലാഹ്, ആ മനുഷ്യനെ വിട്ടേക്കു നബിയേ, ആ മനുഷ്യന്റെ തല ഞാൻ അറുത്തെടുക്കട്ടെ എന്ന് വാളു ചുഴറ്റി ചോദിക്കുകയാണ്. ചില സമയത്ത് ഉമർ അങ്ങനെയാണ്, അത് തലയറുക്കാൻ വേണ്ടിയിട്ടല്ല, ആ രംഗത്ത് എങ്ങനെയാണ് ഒരു ശത്രുവിനോട് പെരുമാറേണ്ടത് എന്ന്, ഹബീബ് എങ്ങനെയാണ് അതിന് മറുപടി നൽകുന്നത് എന്ന് മനസ്സിലാക്കാൻ ഉമർ എന്നവർ ഞൊടിയിടയിൽ ഇടപെട്ടതാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റപ്പോ അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഇടപെടുകയാണ്. ഉമറേ, ഇരിക്കൂ ഉമറേ, അങ്ങനെയല്ലല്ലോ ഒരു മനുഷ്യനോട് നിങ്ങൾ പെരുമാറേണ്ടത്. അദ്ദേഹത്തിന്റെ കാര്യം എന്തെന്ന് അന്വേഷിക്കൂ. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കടത്തിന് തിരിച്ചു കൊടുക്കാനുള്ള അവധി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ അവധി നിശ്ചയിച്ചതിന്റെ മുന്നേ, അവധി എത്തുന്നതിന്റെ മുന്നെയാണ് എന്നോട് ചോദിക്കാൻ വേണ്ടി അദ്ദേഹം കടന്നു വരുന്നത്. അതുകൊണ്ട് ഉമറേ, വാളെടുത്തു ചുഴറ്റി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയല്ല ചെയ്യേണ്ടത്. അദ്ദേഹത്തോട് പറയൂ നല്ല രീതിയിൽ ചോദിക്കാൻ, എന്നോട് പറയൂ നല്ല രീതിയിൽ കൊടുക്കാൻ. തന്നെ കുറിച്ചും തന്റെ മുന്നിലിരിക്കുന്ന ജൂതനായ പുരോഹിതനെ കുറിച്ചും മുത്തുനബി പരാമർശിച്ചിട്ട് പറയുകയാണ്, അദ്ദേഹത്തോട് നല്ല രീതിയിൽ ചോദിക്കാൻ പറയൂ, എന്നോടും പറയൂ. അദ്ദേഹത്തെ മാത്രമല്ല കുറ്റപ്പെടുത്തേണ്ടത്, എന്നോടും പറയൂ നല്ല രീതിയിൽ കൊടുക്കാനും അദ്ദേഹത്തോട് നല്ല രീതിയിൽ ചോദിക്കാനും പറയൂ. ഇതങ്ങ് പറഞ്ഞപ്പോഴേക്ക് സയ്യിദ് ഇബ്നു സഅന എന്ന് പറയുന്ന ആ മനുഷ്യന്റെ കൈ അയവ് വരികയാണ്. അദ്ദേഹത്തിന്റെ പിടുത്തം വിടുകയാണ്. അദ്ദേഹത്തിന്റെ മുഖത്തിന് മാറ്റം വരികയാണ്. പിന്നെ പെട്ടെന്ന് ആ അന്തരീക്ഷത്തിൽ വ്യത്യാസം വന്നുകൊണ്ട് സയ്യിദ് ഇബ്നു സഅന അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ മുഹമ്മദ്, അല്ലയോ മുഹമ്മദ് നബിയേ, എന്നോട് ക്ഷമിക്കണേ മുഹമ്മദ് നബിയേ. സത്യത്തിൽ ഞാൻ ഒരവസരത്തിന് കാത്തു നിൽക്കുകയായിരുന്നു. എനിക്ക് തൗറാത്തിനെ കുറിച്ച് ശരിയാവണ്ണം അറിയുന്ന ആളാണ്. തൗറാത്ത് ഞാൻ പാരായണം ചെയ്തപ്പോ ആ തൗറാത്തിൽ അവസാന കാലഘട്ടത്തിലേക്ക് കടന്നു വരുന്ന പ്രവാചകന്റെ വിശേഷണങ്ങൾ തൗറാത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രവാചകർ നിങ്ങളാണ് എന്ന് എന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം തൗറാത്തിലുള്ള വിശേഷണങ്ങളെല്ലാം നിങ്ങളുടെ വിശേഷണങ്ങളിലേക്ക് തട്ടിച്ചു നോക്കുമ്പോ എല്ലാ വിശേഷണങ്ങളും തൗറാത്തിൽ പറഞ്ഞ പ്രവാചകരുടെ വിശേഷണങ്ങളൊക്കെ നിങ്ങളിൽ ഒത്തിണങ്ങിയിട്ടുള്ളതാണ്. എല്ലാം എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഒന്നു മാത്രം എനിക്ക് കാണാൻ പറ്റിയിരുന്നില്ല. അതെന്തെന്നറിയുമോ? തൗറാത്തിൽ അവസാനത്തെ പ്രവാചകരെ കുറിച്ച് പറഞ്ഞ ഒരു വിശേഷണം ഹലീം, ഹലീമുൻ ഇൻദൽ ഗളബ്, ദേഷ്യം പിടിക്കുന്ന സമയത്ത് ഹലീമാണ്, സഹനശക്തിയുള്ള ആളാണ്.
ദേഷ്യം പിടിപ്പിക്കുകയാണ്, ഒരു മനുഷ്യനെ പ്രകോപിപ്പിക്കുകയാണ്. ആരംഭ റസൂലിനിൽ നിന്ന് പറഞ്ഞ അവധി എത്തുന്നതിന്റെ മുന്നേ കടം തിരിച്ചു ചോദിക്കാൻ വരാൻ പാടില്ലായിരുന്നു. എന്നിട്ട് പോലും ഹബീബിന്റെ സദസ്സിലേക്ക് ഇരമ്പി വന്നു. തന്റെ അനുയായികൾ ഉള്ളിടത്തു നിന്ന് മുത്തുനബിയെ അപമാനിച്ചു, പ്രകോപിപ്പിച്ചു, ഇറിറ്റേറ്റ് ചെയ്തു, കഴുത്തിന്റെ കോളറിൽ പിടിച്ചു വലിച്ചു. സ്വാഭാവികമായും ഒരു പ്രവാചകനല്ല നിങ്ങളായിരുന്നുവെങ്കിൽ തന്റെ അനുയായികളോട് എന്റെ തലവെട്ടാൻ പറയുമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എന്നെ അടിക്കുമായിരുന്നു. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ പ്രതികരിക്കുമായിരുന്നു. പക്ഷേ നിങ്ങൾ പ്രതികരിച്ചത് എങ്ങനെയാണ്? തൗറാത്തിലുള്ളതുപോലെ തന്നെ ഹലീമുൻ ഇൻദൽ ഗളബ്, ദേഷ്യം പിടിക്കുന്ന സമയത്ത്, പ്രകോപനം സൃഷ്ടിച്ചെടുക്കുന്ന സമയത്ത് ഹലീം, സഹനശീലനായി നിങ്ങൾ പെരുമാറിയല്ലോ. അതുകൊണ്ട് എനിക്കിതാ ബോധ്യപ്പെട്ടിരിക്കുന്നു. ഫഇന്നീ ഉഷ്ഹിദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്നക റസൂലുള്ളാഹ്, ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല എന്നും അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണ് എന്നും ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു എന്ന് സയ്യിദ് ഇബ്നു സഅന ഒരു നാടകം ക്രിയേറ്റ് ചെയ്തതാണ്. മുത്തുനബി സത്യദൂതരാണെന്ന് അറിയാൻ വേണ്ടി സയ്യിദ് ഇബ്നു സഅനക്ക് ബോധ്യപ്പെട്ടു. ഈ സംഭവമാണ് മർമഡിയൂക്ക് പിക്താളിനോട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു കൊടുക്കുന്നത്. എന്റെ പ്രവാചകൻ അങ്ങനെയാണ്, ഹലീമുൻ ഇൻദൽ ഗളബ്, ദേഷ്യം പിടിപ്പിച്ചാലും പ്രകോപിപ്പിച്ചാലും നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിലും നമ്മൾ അന്യായക്കാരനാണെങ്കിലും ചെയ്യേണ്ടത് ഉത്തരവാദിത്വം എന്താണ് ഒരു സത്യവിശ്വാസി ചെയ്യേണ്ടതെന്ന് എന്റെ പ്രവാചകർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ആ മനുഷ്യൻ പറഞ്ഞപ്പോഴേക്ക് ക്രിസ്ത്യാനിയായിരുന്ന മർമഡൂക്ക് പിക്താളിന്റെ മനസ്സിലേക്ക് വെളിച്ചം കയറി വരികയാണ്. പിന്നെ മർമഡ്യൂക്ക് പിക്താള് പഠിച്ചത് പരിശുദ്ധ ഖുർആനിനെയാണ്. പരിശുദ്ധ ഖുർആനിനെ മനോഹരമായി ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ തയ്യാറാക്കിയ മനുഷ്യനാണ് മർമഡ്യൂക്ക് പിക്താൾ. അദ്ദേഹം വലിയൊരു സഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, എന്റെ പേർ ഇനി മുതൽ മുഹമ്മദ് മർമഡ്യൂക്ക് പിക്താളാണ്. ഹബീബിന്റെ പേര് നാമകരണം ചെയ്ത് മുഹമ്മദ് മർമഡ്യൂക്ക് പിക്താളെന്ന് തന്റെ ജീവിതത്തിലെ ആ മനോഹരമായ നാമത്തെ ഏറ്റെടുത്തുകൊണ്ട് ഇസ്ലാം ആശ്ലേഷണം ലോകത്തെ അറിയിച്ച മഹാവ്യക്തിത്വമാണ് പിക്താൾ. നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്, നമ്മുടെ നാട്ടിലേക്ക് എത്തിയ മനുഷ്യനാണ് പിക്താൾ എന്ന് പറയുന്ന പണ്ഡിതൻ. അവിടുന്ന് പഠിച്ചത് ഹബീബിനെയാണ്, അവിടുന്ന് മനസ്സിലാക്കിയത് ഹബീബിനെയാണ്. ഇതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിനെ പഠിച്ചാൽ, ഹബീബിനെ മനസ്സിലാക്കിയാൽ, അവിടത്തെ ഉൾക്കൊണ്ടാൽ അത് സ്വജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കും. കാരണം എന്തെന്നോ, അവരൊക്കെ വെച്ചിരുന്ന മാനദണ്ഡം അല്ലാഹുവിന്റെ റസൂല് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത ഇഷ്ടത്തിന്റേതാണ്. അല്ലാഹു ആ ഇഷ്ടം നമുക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കുറെ നേരമായി ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒന്നെഴുന്നേറ്റ് സ്വലാത്തൊക്കെ ചൊല്ലാം, കുഴപ്പമൊന്നുമില്ല. പുറത്തുക്കുന്ന ആൾക്കാരൊക്കെ ഉള്ളിലേക്ക് കേറിക്കോളൂ. ഒരു 3 സ്വലാത്ത്. സ്വലാത്തുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. പതി പിറന്നോരേ പരൻ തന്ന റസൂലോരേ, പരലോക ദിനം വന്നാൽ പരിഹാരം തരുന്നോരേ. സ്വലാത്തുല്ലാഹ് ബക്കറ്റ് ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. അവസാനിപ്പിക്കുകയാണ്. നാളെ കുട്ടികളുടെ പരിപാടി നാളെ ഇൻഷാ അല്ലാഹ് നടക്കാനുള്ളതല്ലേ, അധികം താമസിക്കണ്ട. നമുക്ക് ഇൻഷാ അല്ലാഹ് രാവിലെ ഒന്ന് പറഞ്ഞാൽ ജസ്റ്റ് നാളെ രാവിലെ 7 മണിക്കാണ് നമ്മുടെ മൗലിദിന്റെ സദസ്സ് ആരംഭിക്കുക.
സാധാരണ ഉള്ളതുപോലെ തന്നെ എല്ലാ ആളുകളും 10 മണിക്ക് നമ്മളെ ഭക്ഷണ വിതരണം ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ മൗലിദിൻ്റെ സദസ്സിൽ ഇൻഷാ അല്ലാഹ് 7 മണിക്ക് തന്നെ എത്തി എല്ലാ ആളുകളും മൗലിദിൻ്റെ സദസ്സ് വിജയിപ്പിക്കണം. റസൂലുള്ളാഹിൻ്റെ മദ്ഹുകൾ വായിക്കുകയും പറയുന്ന മജ്‌ലിസാണ്. അതിനുശേഷമാണ് നമ്മുടെ ഭക്ഷണ വിതരണം ഉള്ളത്. അപ്പോൾ അതിനേക്കാൾ ഭക്ഷണത്തിന് മുൻപ് നമ്മൾ മൗലിദിൻ്റെ സദസ്സിൽ എല്ലാവരും ഭാഗമാക്കാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം ഒന്ന് പൂർത്തീകരിക്കാൻ വിട്ടുപോയത്, മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു കാണുകയാണ് അബൂ അയ്യൂബിന് സഖ്തിയാനി റളിയല്ലാഹു അൻഹുവിനെ. ആദ്യത്തെ വർഷം അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് ഒന്നും സ്വീകരിച്ചില്ല, തിരിച്ചുപോയി. കാരണം ഒരു മനുഷ്യനെ കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കാതെ, തന്റെ മാനദണ്ഡം അനുസരിച്ച് ആ മനുഷ്യനൊരു മുഅ്മിനാണ് എന്ന് ബോധ്യപ്പെടാതെ ഹദീസ് സ്വീകരിക്കൂല എന്നതായിരുന്നു മഹാനവർകളുടെ നിബന്ധന. പിറ്റത്തെ വർഷം പരിശുദ്ധ മക്കയിലേക്ക് ഹജ്ജിന് വന്നു മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് അറഫയിൽ അതേ അയ്യൂബിന് സഖ്തിയാനി റളിയല്ലാഹു അൻഹുവിനെ പിന്നെയും കണ്ടു. പക്ഷേ അപ്രാവശ്യം ഹബീബ് ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് പറയുന്ന സമയത്ത് സദസ്സിലിരിക്കുന്ന ഒരാൾ അബൂ അയ്യൂബിന് സഖ്തിയാനി റളിയല്ലാഹു അൻഹുവിനോട് ആരംഭ റസൂലിനെ കുറിച്ച് പറയാൻ അപേക്ഷിക്കുകയാണ്. മുത്തുനബിയെ കുറിച്ചൊന്ന് പറയുമോ? ആ പറച്ചിലങ്ങ് കേട്ടപ്പോഴേക്ക്, ഹബീബിന്റെ പേരങ്ങ് കേട്ടപ്പോഴേക്ക് കണ്ണിൽ നിന്ന് വെള്ളം ധാരധാരയായി ഒഴുകുകയാണ്. ഒരു മനുഷ്യന്റെ കരച്ചിൽ കണ്ടിട്ട് ആ മനുഷ്യനോട് നമുക്ക് സഹതാപം തോന്നുമാർ അബൂ അയ്യൂബിന് സഖ്തിയാനി റളിയല്ലാഹു അൻഹു വിതുമ്പിക്കരയാൻ തുടങ്ങി. ഹദീസ് പറയുന്നത് പോലും നിർത്തിവെക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഓർമ്മയിൽ വിതുമ്പി 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 കരഞ്ഞുപോയി. പറയുമ്പോ മുത്തുനബിയെ കണ്ടിട്ടില്ല. പിന്നെന്തുകൊണ്ടാണ് അവർ കരഞ്ഞുപോയത്? അവരുടെ ഗുരുക്കന്മാർ അങ്ങനെയായിരുന്നു. മഹാനായ താബിഈ പ്രമുഖനായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവിയാണ്. ആരംഭ റസൂലിനെ പറയാൻ തുടങ്ങുമ്പോഴേക്ക് അവരുടെ കണ്ണിൽ വെള്ളം നിറയും. മുത്തുനബിയെ കണ്ടവരല്ല, താബിഈങ്ങളിൽപ്പെട്ട പ്രമുഖനാണ്, ഹബീബിനെ കണ്ടിട്ടില്ല. പക്ഷേ കണ്ണിലൂടെ വെള്ളം മുഴുകിയിറങ്ങും. അള്ളാന്റെ റസൂലിന്റെ പേരുച്ചരിക്കുന്നത് പോലും കണ്ണിൽ നനവ് പടർന്നിട്ടാണ്. അത് സ്വഹാബത്തിൽ നിന്ന് പകർന്നു കിട്ടിയതാണ്. സ്വഹാബത്ത് അങ്ങനെയാണ്. അവരുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂൽ അത്രമേൽ ആഴത്തിൽ സ്വാധീനിച്ചത് കൊണ്ടാണ് അനുയായികളായ പിൻഗാമികളായ ശിഷ്യന്മാരായ താബിഈങ്ങൾക്ക് മുത്തുനബിയെ പറഞ്ഞു കൊടുത്തപ്പോഴേക്ക് കാണാനുള്ള പൂതി കൊണ്ട് അങ്ങേറ്റം കരഞ്ഞിരുന്നു താബിഈങ്ങൾ. അവർ പിൽക്കാലക്കാർക്ക് പറഞ്ഞു കൊടുത്തതും അവർ കരഞ്ഞുപോയിരുന്നു. നമ്മളും അങ്ങനെയാണ്. ഹബീബിനെ കേൾക്കുമ്പോഴേക്ക് കണ്ണിൽ വെള്ളം നിറയും. സത്യവിശ്വാസിയുടെ അബൂ അയ്യൂബിന് സഖ്തിയാനി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകിയിറങ്ങുന്നത് കണ്ട സമയത്ത് സഹതാപം തോന്നുമാർ കരയുന്നത് കണ്ടെത്തോൾ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു ചെന്നു. മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു മഹാനവർകളുടെ അടുത്തേക്ക് ചെന്നിട്ട് ശിഷ്യത്വം സ്വീകരിക്കുകയാണ്. മഹാനവർകൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് കേട്ടിട്ട് ആരംഭ റസൂലിന്റെ നാമം ഉച്ചരിക്കുമ്പോ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടെങ്കിൽ, കരയാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ കരച്ചിലിന്റെ കാരണം എന്താ? ഷൗഖൻ ഇലൈഹി, ഹബീബിനോടുള്ള അതിശക്തമായ ആഗ്രഹം കൊണ്ടാണ്, കാണാനുള്ള പൂതി കൊണ്ടാണ്. അല്ലാഹുവേ ഞങ്ങൾക്കും നീ അത് നൽകണേ അല്ലാ. ഷൗഖൻ ഇലൈഹി. ഞാൻ തുടക്കത്തിൽ പാടിയിരുന്നല്ലോ, മഹാനായ ഉമറുൽ ഖാദി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ കവിത മഹാനവറുകൾ പാടി വെക്കുന്നുണ്ട്. അല്ലാഹുവേ മാ ജഫ ദംഉൻ സാലമിൻ ഐനൈനി ലകിന്നഹു യജ്രി അലൽ ഖദ്ദൈനി മിൻ ഹുബ്ബി ഖൽബി സയ്യിദുൽ കൗനൈനി ഹയ്യം വമൈതൻ ഫിത്തുറാബി റമീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള അതിശക്തമായ ഇഷ്ടം കാരണത്താൽ എന്റെ കണ്ണിൽ തടുത്തു നിർത്താൻ പറ്റാത്തയത്ര കണ്ണുനീർ ഒഴുകിയിറങ്ങുകയാണ് തിരുദൂതരെ. ഇത് വറ്റിയിട്ടില്ല, വറ്റുന്നുമില്ല.
ബുർദയിൽ ഖസീദത്തുൽ ബുർദയിൽ മഹാനായ ബൂസിരി ഇമാം പാടി വെച്ചില്ലേ, ഫമാലി ഐനൈക ഇൻ ഖുൽതക ഫഹമതാ വമാലി ഖൽബിക ഇൻ ഖുൽതസ്തഫിഖ് യഹിമി. എന്തുപറ്റി നിന്റെ രണ്ട് കണ്ണുകൾക്ക്? ആ കണ്ണിനോട് കരയരുത്, ഒന്ന് നിർത്തുമോ കരച്ചിലെന്നു പറഞ്ഞിട്ടും കണ്ണ് കേൾക്കുന്നില്ലല്ലോ, ഒഴുകുക തന്നെയാണ്. എന്റെ ഹൃദയത്തോട് ബോധക്ഷയം സംഭവിക്കരുതെന്ന് പറഞ്ഞിട്ടും അതനുസരിക്കുന്നില്ലല്ലോ, മതിഭ്രമം സംഭവിച്ചു പോകുകയാണല്ലോ. അബോധാവസ്ഥയിലേക്ക് ശരീരം പോകുകയും കണ്ണുകൾ നിറഞ്ഞൊഴുകുകയും ചെയ്യുന്നത് ആരെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ്, ആരെക്കുറിച്ച് ഓർത്തപ്പോഴാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഓർത്തപ്പോഴാണ്, പറയുമ്പോഴാണ്. അവിടെയാണ് മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യനെ സ്വീകരിച്ചത്, തന്റെ ഗുരുക്കന്മാരെ സ്വീകരിച്ചത്. ആ ഗുരു അവരുടെ ഗുരുക്കന്മാരെ സ്വീകരിച്ചത് ഹബീബിനോടുള്ള ബന്ധം നോക്കിയിട്ടാണ്. ഞാൻ തുടങ്ങിയത് അവിടെ നിന്നാണ്. നമ്മളുടെ മക്കൾക്ക് നല്ല അധ്യാപകരെ സ്വീകരിക്കുമ്പോ ഉസ്താദുമാരായ ഞങ്ങളും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത് ആരംഭ റസൂലിനോട് എത്രമാത്രം ബന്ധമുണ്ട് എന്നതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ അനുരാഗികളായി, അവിടുത്തെ ആശിഖീങ്ങളായി, അവിടുത്തെയോടുള്ള ഇഷ്ടം അല്ലാഹുവിലേക്ക് നമ്മളെ എത്തിക്കുമാറാവട്ടെ. അതാണ് ഇഷ്ടത്തിന്റെ, അനുരാഗത്തിന്റെ, സ്നേഹത്തിന്റെ, പ്രേമത്തിന്റെ, പ്രണയത്തിന്റെ കാര്യം. അതാണ് തിരുദൂതരത് പറഞ്ഞിട്ടുണ്ട്. മൻ കുന്ന ഫീ വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈമാനിന്റെ മധുരം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ 3 കാര്യങ്ങൾ അവന്റെ ഹൃദയത്തിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അപ്പോഴാണ് ഒരു വ്യക്തിക്ക് ഈമാനിന്റെ മധുരം കിട്ടുന്നത്. ഒന്നെന്താണെന്നറിയുമോ? ഒന്ന് ആരംഭ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, ഉടമസ്ഥനായ അല്ലാഹു തമ്പുരാനോട്, ഹബീബിനോട് എല്ലാത്തിനേക്കാളും ഉപരി സ്നേഹമുണ്ടാകുമ്പോഴാണ് ഈമാനിന്റെ മധുരം ലഭിക്കുന്നത്. അല്ലാഹ് നമുക്ക് തൗഫീഖ് തരട്ടെ. ഈമാനിന്റെ മധുരം ലഭിക്കാൻ രണ്ടാമത്തെ കാര്യം മുത്തുനബി പഠിപ്പിച്ചത്, നീ ആരെ സ്നേഹിക്കുകയാണെങ്കിലും ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കണമേ ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തത്, ഈമാനിന്റെ മധുരം ലഭിക്കാൻ അല്ലാഹു നമുക്ക് നല്ലൊരു ജീവിതക്രമം നൽകി, നല്ലൊരു ജീവിതം നമുക്ക് നൽകി. ഈമാനോടുകൂടെ സന്മാർഗ ദർശനത്തോടുകൂടെ നിസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നുണ്ട്. ഹറാമുകൾ കാണുന്നില്ല, ഹറാമുകൾ കേൾക്കുന്നില്ല. സത്യസന്ധതയോടെ, വിശ്വസ്തയോടെ, കള്ളമില്ലാതെ, വഞ്ചനയില്ലാതെ ഉടമസ്ഥനായ റബ്ബിനെ പേടിച്ചുകൊണ്ട് നമുക്കൊരു ജീവിതം റബ്ബ് കനിഞ്ഞരുളിയാൽ പിന്നെ ആ തെറ്റിലേക്ക് തിരികെ പോകുന്നത്, പിന്നെ ആ ഹറാമിലേക്ക് തിരികെ പോകുന്നത് നമ്മളെ നരകത്തിലേക്ക്, അഗ്നിയിലേക്ക് വലിച്ചെറിയുന്നതിനേക്കാളും കഠിനമായ വെറുപ്പായി ഹൃദയത്തിലുണ്ടോ? ഈമാനിന്റെ മധുരമുണ്ടേ, ഈമാനിന്റെ മധുരമുണ്ടേ. അതിലൊന്നാമത്തത് മുത്തുനബിയോടുള്ള ഇഷ്ടമാണ്, ഉടമസ്ഥനായ തമ്പുരാനോടുള്ള ഇഷ്ടമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആ സ്നേഹത്തിൽ നിന്ന് ഉത്ഭൂതമാകേണ്ടതാണ് എല്ലാ പ്രവർത്തനങ്ങളും. ആ സ്നേഹമുണ്ടോ എന്ന് മാനദണ്ഡം വെച്ച് പരിശോധിച്ചിട്ടാണ് മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ ഹദീസ് സ്വീകരിച്ചത്. ആരംഭ റസൂലിനോട് സ്നേഹമുണ്ടോ? ഉണ്ടെങ്കിൽ മതി എനിക്കൊരു വ്യക്തിയിൽ നിന്ന് ഹദീസ് ഞാൻ സ്വീകരിക്കാൻ ഒരുക്കമാണ്. മുത്തുനബിയോട് ആ വ്യക്തിക്ക് സ്നേഹമുണ്ടോ? സ്നേഹമുണ്ട് എന്ന് എങ്ങനെയാ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചത്? ഹബീബിന്റെ പേര് പറഞ്ഞപ്പോഴേക്ക് കണ്ണിൽ നിന്ന് വെള്ളമുറ്റി വീഴുകയാണ്. ഷൗഖൻ ഇലൈഹി, കാണാനുള്ള അമിതമായ ആഗ്രഹം കൊണ്ട് കരഞ്ഞ് 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 ഒരു വ്യക്തിയോട് കരുണ തോന്നുമാർ കരഞ്ഞ് തളർന്നു വീഴുന്നുണ്ടെങ്കിൽ അത് ഇഷ്ടമല്ലാതെ വേറെന്താണ്? പറയുമ്പോൾ അദ്ദേഹം മുത്തുനബിയെ കണ്ടിട്ട് പോലുമില്ല. കാണാതെ ഒരു വ്യക്തിയെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ ആ വ്യക്തിയുടെ പേര് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയായിരിക്കണം. അതാണ് നമ്മളുടെ പ്രത്യേകത. നമ്മുടെ നാട്ടിലൂലേ ഇഷ്ടംപോലെ ആൾക്കാരില്ലേ, ഇപ്പോഴുമുണ്ട്. എനിക്കറിയാം, ഞാനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറുമായി സംസാരിച്ചു.
അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞപ്പോഴേക്ക് ആ മനുഷ്യന്റെ കണ്ണങ്ങ് നിറഞ്ഞുപോയി. അദ്ദേഹം ഇങ്ങനെ കരയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അദ്ദേഹം അതിന് നൽകിയൊരു മറുപടിയുണ്ട്. എന്തോ എനിക്കറിയില്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് കേൾക്കുമ്പോഴേക്ക് എന്റെ കണ്ണിൽ വെള്ളം നിറയും. ഓ മുഅ്മിനീങ്ങളെ, അത് മഹബ്ബത്തല്ലാതെ വേറെന്താണ് പ്രിയപ്പെട്ടവരെ? കഴിഞ്ഞ ദിവസം +2കാരിയായ ഒരു പെൺകുട്ടിയോട് ഒരു അത്യാവശ്യ വിഷയത്തിന് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ആരംഭ റസൂലിന്റെ പേര് പറഞ്ഞപ്പോഴേക്ക് ഹിജാബിന്റെ ഉള്ളിൽ നിന്ന് ആ പെൺകുട്ടിയുടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ഓ മുഅ്മിനീങ്ങളെ, ഇത് അനുരാഗമാണ്, അതിഷ്ടമാണ്. 1500 വർഷങ്ങൾക്കിപ്പുറം ഒരു വ്യക്തിയെ സ്നേഹിക്കാൻ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് കാണാതിരുന്നിട്ട് പോലും കാണാൻ കൊതിച്ചിട്ട് അറിയാതെ കണ്ണുനീര് വരുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് പ്രണയം. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കവികൾ പാടിവെച്ചതുപോലെ നമുക്ക് പാടാം. ജാമെ ഉൽഫത്ത് കാ പിലാദോ യാ റസൂൽ, അപ്നെ ദീവാനാ ബനാദോ യാ റസൂൽ. ജാമെ ഉൽഫത്ത് കാ പിലാദോ യാ റസൂൽ, അപ്നെ ദീവാനാ ബനാദോ യാ റസൂൽ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇഷ്ടത്തിന്റെ, അനുരാഗത്തിന്റെ, പ്രേമത്തിന്റെ, പ്രണയത്തിന്റെ ചഷകം പിലാദോ യാ റസൂൽ, കുടിപ്പിക്കണേ. അത് കുടിക്കാനുള്ള സൗഭാഗ്യം വേണമെങ്കിൽ അപ്നെ ദീവാനാ ബനാദോ യാ റസൂൽ. അവിടത്തെ ഭ്രാന്തമായി സ്നേഹിച്ചവരില്ലേ? മദീനത്തെ അള്ളാന്റെ റസൂല് ജീവിച്ചിരിക്കുമ്പോ യമനിലെ ഖർനിൽ ജീവിച്ചൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനെ കുറിച്ച് മുത്തുനബി പറഞ്ഞിരുന്നു, പ്രിയപ്പെട്ട ഉമറേ, പ്രിയപ്പെട്ട അലിയെ, നിങ്ങൾ ആ മനുഷ്യനെ കാണും. അദ്ദേഹത്തിന്റെ പേര് ഉവൈസുൽ ഖർനി. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു, ഉവൈസുൽ ഖർനിയെ കണ്ടു. ഉമർ എന്നവരുടെ കാലഘട്ടത്തിൽ ഉവൈസുൽ ഖർനിയെ കണ്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്നറിയുമോ? ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന്റെ വായക്കകത്ത് ഒരു പല്ലു പോലും ഉണ്ടായിരുന്നില്ല. ചോദിച്ചു, നിങ്ങളുടെ പല്ലുകൾ എന്തു ചെയ്തു? എന്താണ് പല്ലുകൾക്ക് പറ്റിപ്പോയത്? ഉവൈസുൽ ഖർനി അതിന് കൊടുത്തൊരു മറുപടിയുണ്ട്. ഞാൻ അങ്ങ് ദൂരെ യമനിൽ ഖർനിൽ എന്റെ നാട്ടിലിരിക്കുമ്പോഴാണ് ഉഹദിൽ ഹബീബിന്റെ പല്ല് പൊട്ടിയ വിവരം എനിക്ക് കിട്ടിയത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പല്ല് ഉഹദിൽ വെച്ച് പൊട്ടിയ വിവരം അറിഞ്ഞു. ഏതു പല്ലാണെന്നറിയാതെ ഒരു അനുമാനം വെച്ച് ഞാൻ കല്ലെടുത്ത് എന്റെ ഒരു പല്ല് കുത്തിപ്പൊട്ടിച്ചു. മുത്തുനബിയുടെ ഒരു പല്ല് പോയിട്ടുണ്ടെങ്കിൽ എനിക്കും ഒരു പല്ലു വേണ്ട. പിന്നീടാണ് എന്റെ മനസ്സ് എന്നോട് മന്ത്രിച്ചത്, ഉവൈസേ, നീ പൊട്ടിച്ച പല്ലല്ല, മുത്തുനബിയുടെ പല്ല് വേറെ പല്ലാണെങ്കിലോ അവസാനം എന്റെ ഓരോ പല്ലുകളും ഞാൻ കുത്തിപ്പൊട്ടിക്കാൻ തുടങ്ങി. ഏതു പല്ലാണ് മുത്തുനബിയോട് പൊട്ടിയത് എന്നറിയാത്തത് കൊണ്ടാണ് ഞാൻ എന്റെ പല്ലുകളെല്ലാം കുത്തിപ്പൊട്ടിച്ചത്. ജാമെ ഉൽഫത്ത് കാ പിലാദോ യാ റസൂൽ, അപ്നെ ദീവാനാ ബനാദോ യാ റസൂൽ. ഇതാണ് ഭ്രാന്തമായ അനുരാഗം. ഓ മുഅ്മിനേ, ആരംഭ റസൂൽ ഉമർ എന്നവരോട്, അലിയാരെന്നവരോട് പറഞ്ഞത് മറ്റൊരു കാര്യമാണ്. ഉമറേ, അലിയെ, നിങ്ങൾ ഉവൈസിനെ കാണും. നിങ്ങൾ ഉവൈസിനെ കണ്ടാൽ പ്രാർത്ഥിപ്പിക്കണമേ. ഈ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥന നിർവഹിക്കാൻ പറയണമേ. ആരാണ് പറയുന്നത്? അഷ്റഫുൽ ഖൽഖ്. ആരോടാ പറയുന്നത്? തന്റെ സ്വഹാബത്തിനോട്. എന്താ പറയുന്നത്? ഉവൈസിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം, ഈ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിപ്പിക്കണം. അതിന്റെ അർത്ഥം എന്താ? ആ പ്രണയം മുത്തുനബി അറിഞ്ഞിട്ടുണ്ട്. ഏഴാകാശത്തിന്റെ അപ്പുറത്ത് നിന്ന് അല്ലാഹു തമ്പുരാൻ അറിഞ്ഞിട്ടുണ്ട്. ആ അനുരാഗവും ആ ഇഷ്ടവും അതിന്നതാണെന്ന് പോലും പറയാൻ പറ്റാതെ സ്വഹാബത്ത് പ്രേമിച്ചതുപോലെ അനുയായി വൃന്ദങ്ങൾ ഇഷ്ടപ്പെട്ടതുപോലെ
പറഞ്ഞതുപോലെ അവിടുത്തെ അനുയായികളുടെ ഇഷ്ടം കണ്ടിട്ട്, പ്രണയം കണ്ടിട്ട് മറ്റുള്ളവർ സ്നേഹിച്ചതുപോലെ ആ ഇഷ്ടമാണ് മുഅ്മിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരേണ്ടത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഉവൈസുൽ ഖർനിയുടെ ജീവിതത്തിൽ മറ്റൊരു അധ്യായം കാണാം. ഖർനിന്റെ അങ്ങാടിയിൽ വന്നിട്ട് വിളിച്ചു ചോദിക്കും, ഹൽ മിൻകും മിൻ മദീന, ഇന്നാരെങ്കിലും മദീനയിൽ നിന്ന് വന്നവരുണ്ടോ? ഇന്നാരെങ്കിലും മദീനയിൽ നിന്ന് വന്നവരുണ്ടോ? തന്റെ പ്രായമായ ഉമ്മയെ പരിചരിക്കാനുള്ളത് കാരണത്താൽ, ഉമ്മയുടെ കാരണത്താൽ മദീനയിലേക്ക് എത്തിപ്പെടാൻ പറ്റാതെ ഖറനിന്റെ നാട്ടിൽ മുത്തുനബിയോടുള്ള ഇഷ്ടം കൊണ്ട് വീർപ്പുമുട്ടിയ ഉവൈസ് ചെയ്തിരുന്ന പണി എന്താണെന്നറിയുമോ? അങ്ങാടിയിൽ നിന്ന് ആരെങ്കിലും മദീനക്കാരുണ്ടോ എന്ന് ചോദിച്ച് ഏതെങ്കിലും ഒരാൾ ഞാൻ ഇന്ന് മദീനയിൽ നിന്ന് വരികയാണെന്ന് പറഞ്ഞാൽ ഓടിച്ചെന്ന് ആശ്ലേഷിച്ചുകൊണ്ട് ആ മനുഷ്യന്റെ 2 കണ്ണുകളിലും മാറി മാറി ചുംബിക്കുമായിരുന്നു. എന്തിനാണ് ഉവൈസ് കണ്ണുകളിൽ ചുംബിച്ചത്? അള്ളാന്റെ റസൂലിന്റെ രാജകൊട്ടാരമുള്ള അവിടത്തെ പരിശുദ്ധ മദീന നിങ്ങൾക്ക് കാണാൻ പറ്റിയല്ലോ. ആ കണ്ട കണ്ണിന്റെ സൗഭാഗ്യം എത്രയാണ്! അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആ കണ്ണുകളെയാണ് ചുംബിക്കുന്നത്. ഇനി കണ്ണുകളില്ലെങ്കിലും അന്ധരായ കവികൾ പറഞ്ഞതുപോലെ, അന്ധരായ കവികൾ പാടി വെച്ചിട്ടില്ലേ, ബസാറത്ത് കോ ഗയി लेकिन बसीरत हो सलामत है मदीना हमने देखा है मगर नादीदा नादीदा मदीना जाके हम समझे तकद्दुस किसको कहते हैं हवा पाकीज़ा पाकीज़ा ഫിസാ സഞ്ജീദ സഞ്ജീദ. കണ്ണിൽ കാണാനുള്ള കണ്ണിന് ദൃഷ്ടിയില്ല, പക്ഷേ കാഴ്ച പോയിട്ടും ബസാറത്ത് കോ ഗയി ലേക്കിൻ ബസീറത്ത് ഹോ, ഉൾക്കണ്ണുകൊണ്ട് അകക്കാഴ്ച കൊണ്ട് മദീന കാണാൻ പറ്റുന്നുണ്ടല്ലോ. മദീന എത്തിയപ്പോൾ മനസ്സിലായി ശാന്തത എന്നാൽ എന്തെന്ന്, സ്വച്ഛന്തത എന്നാൽ എന്തെന്ന്. ഉൾക്കാഴ്ച കൊണ്ട് എനിക്ക് മദീനെ കാണുമ്പോ എനിക്കറിയുന്നത് സ്വച്ഛന്തമായ ഈ മണ്ണിൽ ഉറങ്ങുന്ന രാജകുമാരനെയാണെന്ന് കവിശ്രേഷ്ഠർ പറഞ്ഞു വച്ചതുപോലെ ആ പുണ്യ മദീനയിലേക്ക് എത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹൃദയത്തിൽ ആ മദീന ആവാഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ അനുരാഗികളുടെ കൂട്ടത്തിൽ ഒരു ബിന്ദുവായി ചേരാൻ അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സദസ്സതിന് കാരണമാക്കി തരട്ടെ. നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ സൽക്കർമ്മങ്ങളിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒരുപാട് ആളുകൾ പല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകം ദുആ വസിയത്ത് പല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين صراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس
الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا മുഹമ്മദ്. അർഹമുർറഹിമാനായ തമ്പുരാനെ, ഞങ്ങളുടെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ഇവിടെ പറഞ്ഞത് നിന്റെ ഹബീബിനെ കുറിച്ചാണ്. അല്ലാഹുവേ ഖബൂലാക്കണേ അല്ലാ. ആ ഇഷ്ടം കൊണ്ട് ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ ഖൽബിലേക്ക് ആ വെളിച്ചം നൽകണേ അല്ലാ. പ്രകാശപൂരിതമാക്കണേ അല്ലാ. അതുവഴി ഞങ്ങൾക്ക് നാഫിയായ ഇൽമ നൽകണേ അല്ലാ. അത് അവിടുത്തെയോടുള്ള മഹബ്ബത്ത് വെക്കാൻ നിമിത്തമാക്കണേ അല്ലാ. അത് അവിടുത്തെ തിരുചര്യ അനുധാവനം ചെയ്യാനുള്ള കാരണമാക്കണേ അല്ലാ. അത് ഞങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകാനുള്ള കാരണമാക്കണേ അല്ലാ. അത് ഞങ്ങളുടെ ഈമാൻ ഉറപ്പിച്ചു കിട്ടാനുള്ള കാരണമാക്കണേ അല്ലാ. അത് ഞങ്ങളുടെ ഹിദായത്തിന് പരിപൂർണമായ ഹിദായത്തിനുള്ള വെളിച്ചമാക്കി തരണേ അല്ലാ. ഈ മജ്ലിസിൽ ഞങ്ങൾ ചേർന്നിരിക്കുമ്പോ മറക്കരുതാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ബാപ്പമാരുണ്ട്, ഉസ്താദുമാരുണ്ട്, അല്ലാഹുവേ ഭാര്യയുണ്ട്, ഞങ്ങളുടെ ഭർത്താവുണ്ട്, മക്കളുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്, ദുആ കൊണ്ടേൽപ്പിച്ചവരുണ്ട്. എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ. എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും സലാമത്ത് നൽകണേ അല്ലാ. പ്രത്യേകം ദുആ വസിയത്തുണ്ട്. വീട് പണി പൂർത്തിയാകാൻ വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹുവേ ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ ഖൈറായ വീട് നൽകണേ അല്ലാ. പണികളൊക്കെ പൂർത്തീകരിച്ച് സന്തോഷത്തോടെ താമസമാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായിട്ടും മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. അല്ലാഹുവേ സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. തന്ന മക്കളിൽ സ്വലാഹിയത്ത് നൽകണേ അല്ലാ. ഗർഭിണികളായ ഞങ്ങളുടെ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. വിഷമങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ജോലി അന്വേഷിക്കുന്നവരുണ്ട്, ഇന്റർവ്യൂ പാസ്സായി കരുതിയ ജോലി ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹുവേ വിജയം നൽകണേ അല്ലാ. ഒരു ചാക്ക് അരിയാണ് നേർച്ചയാക്കിയത്. ആ സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഖൈറായ ജോലി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. കടങ്ങൾ കൊണ്ട് വലഞ്ഞവരുണ്ട് നാഥാ, വീടാനുള്ള വഴി തുറക്കണേ അല്ലാ. ബാധ്യതകളൊക്കെ നിറവേറ്റാനുള്ള വഴിയൊരുക്കി തരണേ അല്ലാ. വിഷമങ്ങളിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. സജ്ജനങ്ങളുടെ മാതൃകയായി ജീവിക്കാൻ റബ്ബേ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഇവിടെ ആലിമീങ്ങളുണ്ട് നാഥാ, ഉഖറവിയായ ആലിമീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഇവിടെ കാരണവന്മാരുണ്ട് നാഥാ. നാടിനും സമൂഹത്തിനും ഉത്തരവാദിത്തത്തോടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്ന നാടിലെ കാരണവന്മാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഇവിടെ ചെറുപ്പക്കാരുണ്ട് നാഥാ, ഓടി നടക്കുന്നുണ്ട് ഈ പരിപാടിക്ക് വേണ്ടി. അല്ലാഹുവേ അവരുടെ കാര്യങ്ങളിലൊക്കെ നീ ഖൈറിന്റെ വെളിച്ചം നൽകണേ അല്ലാ. അവരുടെ ജോലികളിലൊക്കെ നീ സന്തോഷം നൽകണേ അല്ലാ. അവരുടെ വൈവാഹിക കുടുംബ ജീവിതത്തിലൊക്കെ ബറക്കത്ത് നൽകണേ അല്ലാ. ഇവിടെ ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. റബ്ബേ ഞങ്ങളുടെ ഉമ്മമാർക്ക് ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ഞങ്ങളെ പൊന്നു മക്കളെ കാക്കണേ അല്ലാ. വിപത്തുകളിൽ നിന്ന് കാക്കണേ അല്ലാ. റബ്ബേ ഞങ്ങളോ ഞങ്ങളുടെ മക്കളോ റൗഡികളോ തമ്മാടികളോ ആയി മാറുന്നതിൽ നിന്ന് കാക്കണേ അല്ലാ. കള്ളിന്റെയോ ലഹരിയുടെയോ അശ്ലീലതയുടെയോ വൃത്തികേടിന്റെയോ അടിമകളാകുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ ചേർക്കണേ അല്ലാ. റബ്ബേ ഒരുപാട് വിഷമങ്ങൾ കൊണ്ട് കഴിയുന്നവരുണ്ട്, ഒരുപാട് രോഗങ്ങൾ കൊണ്ട് വ്യസനിക്കുന്നവരുണ്ട്. നാഥായി മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് പരിപൂർണ ശിഫയും സലാമത്തും നൽകണേ അല്ലാ. പരിപൂർണ ഇഫ്ഫത്ത് നൽകണേ അല്ലാ. കിഡ്നി രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഡയാലിസ് ചെയ്യപ്പെടുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ. ക്യാൻസറിന്റെ മഹാമാരിയിൽ നിന്ന് കാക്കണേ അല്ലാ. റേഡിയേഷൻ ചികിത്സ നടന്നു വരുന്നവരുണ്ട്, ചികിത്സയിൽ ഫലം നൽകണേ അല്ലാ. ഞങ്ങൾ ആയുഷ്കാല സമ്പാദ്യം മരുന്നിന് വേണ്ടി ആശുപത്രിക്ക് വേണ്ടി കൊണ്ടുപോയി കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ.
എല്ലാ തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും പരിപൂർണ സലാമത്ത് നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ സഹോദരങ്ങൾ പാവപ്പെട്ട ഫലസ്തീനുകാർ അനുഭവിക്കുന്ന നരകയാതന തുല്യതയില്ലാത്തതാണ് നാഥാ. നീ അവർക്ക് മോചനം നൽകണേ അല്ലാഹ്. തമ്മാടി രാഷ്ട്രമായ ജൂത സയനിസ്റ്റുകളെ റബ്ബേ നിലക്ക് നിർത്തണേ അല്ലാഹ്. നാശം നൽകണേ അല്ലാഹ്. അവരുടെ അതിക്രമങ്ങൾ രാജ്യങ്ങളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അവർ ആക്രമിച്ചത് ഞങ്ങളുടെ സഹോദരങ്ങളൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നാടുകളിലാണ്. അല്ലാഹുവേ, രക്ഷ നൽകണേ അല്ലാഹ്. ആക്രമണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. എല്ലാ ശർറുകളിൽ നിന്നും കാക്കണേ അല്ലാഹ്. പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. മാറാവ്യാധി അസുഖങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. സഹിക്കാൻ പറ്റാത്ത വേദനകളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ദുനിയാവിലോ ആഖിറത്തിലോ ഒരാളെ മുന്നിൽ പോലും വഷളായി തീരുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഈ സദസ്സിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഖായിബാക്കി മടക്കല്ല അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ പതാകവാഹകരിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആഇനെ സ്വീകരിക്കണേ അല്ലാഹ്. ഖായിബാക്കി മടക്കല്ല അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 بأنواع رحمتك يا أرحم الراحمين. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കൂ. اللهم صل على سيدنا ومولانا محمد. اللهم صل على سيدنا ومولانا محمد. اللهم صل على ومولانا محمد. കോടാനു കോടിക്കാലം ഈ ലോകം കടന്നു പോയാലും, കോടാനു കോടിക്കാലം ഈ ലോകം കടന്നു പോയാലും, ആ 63 കാലം ഈ ഭൂവിൽ സ്വർഗമാ. 63 കാലം ഈ ഭൂവിൽ സ്വർഗമാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ലക്ഷോപലക്ഷം സൂര്യൻ ഈ വാനിൽ നിരന്ന് നിന്നാലും, ലക്ഷോപലക്ഷം സൂര്യൻ ഈ വാനിൽ നിരന്ന് നിന്നാലും, ആ തിരുനൂറിൻ മുന്നിലെല്ലാം ഒളിമങ്ങും അതു നിജം. ആ തിരുനൂറിൻ മുന്നിലെല്ലാം ഒളിമങ്ങും അതു നിജം. اللهم صل على سيدنا ومولانا محمد. اللهم صل على سيدنا ومولانا محمد. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بفضله صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين
وعلى ملائكة الله المقربين وعلى جميع عبادك الصالحين والحمد لله رب العالمين. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.